പ്രിയമുള്ളവരെ, ഞാൻ ചക്രപാണി. കുട്ടികൾ എന്നെ ചക്രപാണി മാഷെന്നും ചക്രപാണി സാറെന്നും സാധാരണ വിളിക്കാറുണ്ട്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ PSC പരീക്ഷാ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നെടുമങ്ങാട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ളൊരു സ്ഥലമാണ് നെടുമങ്ങാട്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 20 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഈ നെടുമങ്ങാട്. ആ നെടുമങ്ങാടാണ് ഈ ഫ്രണ്ട് സ്റ്റഡീസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം 2000 തുടങ്ങിയത്. ആ 2000 മുതൽ ഇന്ന് വരെ ഈ കോവിഡിൻ്റെ കാലം വരെ ആ ക്ലാസ് വളരെ ഭംഗിയായിട്ട് നടന്നു വരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കോവിഡ് പിടിച്ച ഈ കാലഘട്ടത്തിൽ റെഗുലർ ക്ലാസ്സുകൾക്ക് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിനെക്കുറിച്ച് എന്നെ നിർബന്ധിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിന് അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് 1-2 വർഷത്തിന് മുമ്പ് ഞാൻ കാഷ്വലായി കൊടുത്ത ഒരു ചെറിയ ഇൻ്റർവ്യൂ ഏകദേശം 7 ലക്ഷം പേര് കേട്ടു. അത് 7 ലക്ഷം പേര് കേട്ട എൻ്റെ ഒരു ബ്രീഫാണ്. ആ ബ്രീഫിൻ്റെ ഒരു ബൃഹത്തായ രൂപം ഞാൻ എൻ്റെ കുട്ടികൾക്ക് തരാൻ ഉദ്ദേശിക്കുകയാണ്. ഇതൊരു സ്ഥിരമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും. ഒരു പ്രത്യേക ആപ്പ് വഴി 1 വർഷം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും. ആ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും സവിസ്തരമായി ഞങ്ങൾ തരും. നിങ്ങളത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. എന്നെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പിന്നീട് ചർച്ച ചെയ്യുമല്ലോ. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടായി മാറാൻ പോവുകയല്ലേ. നിങ്ങളുടെ വഴികാട്ടിയും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തരുന്ന ഒരു അധ്യാപകനായി ഞാൻ മാറുമായിരിക്കാം. അത് നിങ്ങളെ ആണ് തീരുമാനിക്കേണ്ടത്. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മഹത്വമാണ്, എൻ്റെ മഹത്വമല്ല. കാരണം നിങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കാൻ, ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കാൻ, ജീവിതത്തിൽ ഒരു എത്തും പിടിയും ഉണ്ടാക്കാൻ ഈ സാധാരണക്കാരനായ ഒരു ഗ്രാമീണനായ ഒരു അധ്യാപകൻ ശ്രമിക്കുക തന്നെ ചെയ്യും. അത് ശ്രമിച്ച് വിജയിപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു പോകും. അതിൻ്റെ കാരണം 25-ാമത്തെ വയസ്സിൽ കേന്ദ്ര ഗവൺമെൻറ് സർക്കാർ സർവീസിൽ വന്ന ഞാൻ 2014 പെൻഷനായത്. അപ്പോൾ ഈ ഇത്രയും കാലഘട്ടത്തെ ഈ വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധം, അവരെ എവിടെ പഠിപ്പിക്കണോ എങ്ങനെ പഠിപ്പിക്കണോ എന്നുള്ളത് ചക്രപാണി സാറിന് ഹൃദയസ്ഥമാണ്. ദാരിദ്ര്യമുള്ളവൻ പഠിക്കും, കഷ്ടപ്പാടുള്ളവൻ പഠിക്കും. അച്ഛനും അമ്മയും ബഹുമാനിക്കുന്നവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. അമ്മയെ സ്മരിച്ചുകൊണ്ട് ഒരൊറ്റ പഠനം നടത്തുക. ഉദ്യോഗാർത്ഥികളായ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് 1 വർഷക്കാലം എന്നോടൊപ്പം ഈ ക്ലാസ്സിലുണ്ടാകണം. നിങ്ങൾക്ക് ഇംഗ്ലീഷ്, GK, മാത്സ്, മലയാളം, സയൻസ് സവിസ്തരമായി ഒരു PSC പരീക്ഷയുള്ള സകല വിവരങ്ങളും ഇവിടെ നിന്ന് കിട്ടും. ഇത് 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ക്ലാസ് അല്ല, 7 മിനിറ്റ് അല്ല. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. ഉള്ളിത്തട്ടി ഒരു സാധാരണക്കാരനായ അധ്യാപകനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 1 വർഷം കഠിനമായി ശ്രമിച്ചാൽ 56 വർഷം വരെ സുഖജീവിതം ഉണ്ടാകുന്ന ഒരു തത്വശാസ്ത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഈ ക്ലാസ്സുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉത്തരം തിളങ്ങിയിരിക്കും. അതിൽ സംശയം വേണ്ട അതിനകത്ത്. കാരണം അതെന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇവിടെ ഈ കോവിഡ് കാലത്ത് എല്ലാവരുടെയും ഒരു ധാരണയുണ്ട്, പരീക്ഷയൊക്കെ പതുക്കെ നടക്കുകയുള്ളൂ. PSCക്ക് നിങ്ങൾ പഠിക്കണോ പഠിക്കുന്നില്ല എന്നുള്ള പ്രശ്നമല്ല. PSC പരീക്ഷ എന്നോണോ നടക്കാം. വേണമെങ്കിൽ അടുത്ത മാസം PSC പരീക്ഷ നടത്താം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും പറയാൻ ഒക്കില്ല ഞാൻ കോച്ചിങ് ക്ലാസ്സിൽ പോയിട്ടില്ല എന്ന് പറയാൻ ഒക്കില്ല, എൻ്റെ റാങ്ക് ഫയൽ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയാൻ ഒക്കില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കണം. ആ തയ്യാറായി നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സർക്കാർ ജോലി ഏറ്റവും സുരക്ഷിതമാണ്. അത് തൂപ്പ് ജോലി മുതൽ ഏത് ജോലിയായാലും ശരി. ഇപ്പോൾ കണ്ടില്ലേ, ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ 4-5 മാസം വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങുന്നു. അതേസമയം തൊട്ടടുത്തുള്ള ഓട്ടോറിക്ഷക്കാരനോ ടെക്സ്റ്റൈലിൽ നിൽക്കുന്ന കുട്ടിക്കോ അല്ലെന്നുണ്ടെങ്കിലും മറ്റാളുകൾക്കോ ഒരു വരുമാനവുമില്ല. അതുകൊണ്ട് ചക്രപാണി സാർ ഒരു കാര്യം കൂടി തുടക്കത്തിലേ പറയാം. ഈ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ജോലി വാങ്ങി തരാൻ പോവുകയാണ്. ആ ജോലി കിട്ടുമ്പോഴത്തേക്ക്, ആ ശമ്പളം കിട്ടുമ്പോഴത്തേക്ക് മറ്റുള്ള ആളുകളുടെ ആവശ്യത്തിനു വേണ്ടി കുറച്ച് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ, നിങ്ങളെ പഠിപ്പിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിന് ഉത്തരവാദിത്വപ്പെട്ട ഒരു വ്യക്തിയായി, ഉദ്യോഗസ്ഥനായി തീരണം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റൊരു കാര്യം പറയുമ്പോഴത്തേക്ക്, ഇത്
എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്തൊക്കെ പഠിക്കണം? എന്തൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പത്രം വായിക്കുക തന്നെ ചെയ്യണം. രാവിലെ വീട്ടിൽ ആ പത്രം ഇടുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ഓടിപ്പോയി പത്രം എടുക്കണം. സഹോദരനും സഹോദരിയും കൊണ്ടുവരെങ്കിൽ രണ്ടുപേരും കൂടെ പത്രം എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പത്രം കീറിപ്പോവും. ആ പത്രം എടുക്കുന്നിടം മുതൽ നിങ്ങളുടെ പഠനഭാഗം ആരംഭിക്കുകയാണ്. ഞാൻ ഒരു കൊച്ചുദാഹരണം പറയാം. ഇന്നത്തെ ഹിന്ദു പത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഇന്നത്തെ ഹിന്ദു പത്രമാണ്, എനിക്ക് വായിക്കാൻ സമയം കിട്ടിയില്ല. ഇന്നത്തെ ഹിന്ദു പത്രമാണ്. ഈ ഹിന്ദു പത്രത്തിൽ നിന്ന് ഇന്നത്തെ ഈ പത്രത്തിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ കിട്ടും നമുക്കൊന്ന് നോക്കാം. ഇത് ഹിന്ദു പത്രമാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതിൽ ആദ്യത്തെ പേജിൽ LAC എന്നൊരു വാക്കുണ്ട്, LAC. അതുപോലെ LOC ഉണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇത് ഈ പത്രത്തിലുള്ളതാണ് ആദ്യത്തത്. LAC എന്ന് വെച്ചാൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ഇവിടെ ലൈൻ ഓഫ് കൺട്രോൾ. ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ളതാണ്. എന്നാൽ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്നത്തെ പത്രത്തിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു. രണ്ടാമത്തെ ഈ പത്രത്തിൽ തന്നെ ഗീർ ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിലെ ഗീർ ഫോറസ്റ്റ്, ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണുന്ന ഗീർ ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ പത്രത്തിനകത്ത് തന്നെ കാണുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥിനെ കുറിച്ച് മനസ്സിലാക്കണം. രണ്ടെന്ന് പറയുന്നത് ആ യോഗി ആദിത്യനാഥ് നടത്തിയ ഒരു പ്രസ്താവന, അതായത് കാലാപാനി റീജിയൻ. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുക ഈ കാലാപാനി റീജിയൻ എവിടെയെന്ന് കേൾക്കും. നിങ്ങൾ ആദ്യം ചാടി കയറി ആൻഡമാൻ നിക്കോബാർ എന്ന് എഴുതും. അപ്പോൾ നേപ്പാളിനെ കുറിച്ച് പറഞ്ഞ് കാഠ്മണ്ഡു തലസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നേപ്പാളിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് KP ശർമ്മ ഒലി. അപ്പോൾ ശർമ്മ ഒലിയെ കുറിച്ച് ചോദിക്കാം, കാലാപാനി റീജിയനെ കുറിച്ച് ചോദിക്കാം. ഇന്ത്യയുടെ അടുത്തുള്ള ഒരു അയൽ രാജ്യമാണ് നേപ്പാൾ എന്നുള്ള പറയാം. അപ്പോൾ ആ പേജിലുള്ളത് ഞാൻ എത്രയോ ഒന്ന് മാർക്ക് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ റാങ്ക് ഫയലിലേക്ക് പോയാൽ പറ്റില്ല. നിങ്ങൾ ഇരുത്തമെന്ന് പത്രം വായിച്ചു നോക്കൂ. A to Z പത്രം വായിക്കുക തന്നെ വേണം. ചക്രവാണി സാർ ഇന്നത്തെ പത്രം വായിച്ചതിനെ കുറിച്ച് പറയുകയാണ്. ഹിന്ദു പത്രം, ഹിന്ദു പത്രത്തിൽ അടുത്ത് എന്ന് പറയുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്നതിനെ കുറിച്ച് ഒരു വലിയ ചർച്ച നടക്കുകയാണ്. ആ ചർച്ച നടക്കുമ്പോഴത്തേക്ക് എവിടെയാണ് ആതിരപ്പള്ളി? അപ്പോൾ പറഞ്ഞിരിക്കണം ആതിരപ്പള്ളി തൃശ്ശൂർ ജില്ലയിലാണ്. അവിടെ എന്താണ് പ്രശ്നം? അവിടെ ചാലക്കുടി പുഴയിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള വലിയൊരു പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതുപോലെ എന്ന് പറഞ്ഞാൽ സൈലന്റ് വാലി എവിടെ? അത് പാലക്കാട് ജില്ലയിലെന്ന് പണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതേപോലെ ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. മറ്റ് പത്രത്തിൽ നിന്ന് ഇന്നത്തെ പത്രത്തിൻ്റെ സാമ്പിൾ ഞാൻ പറയുകയാണ്. ആ സാമ്പിൾ പറയുമ്പോഴത്തേക്ക് നോക്കൂ, ഈ പത്രത്തിൽ തന്നെ CAA NRC. CAA എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റാണ് CAA. അതേസമയം NRC നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇതിൻ്റെ അബ്രിവേഷൻ ചോദിച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാം. പിന്നെ ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ എടുത്തിട്ടുള്ള മറ്റൊരു വാർത്തയിലേക്ക് കൂടി നിങ്ങളെ കൊണ്ടുവരികയാണ്. പാൻഡമിക്. ഉറപ്പാണ് അടുത്ത പരീക്ഷയ്ക്ക് എഴുതി വെച്ചോളൂ, ചക്രവാണി സാർ പറഞ്ഞത്. പാൻഡമിക്കിൻ്റെ സ്പെല്ലിംഗ് PANDEMIC. പാൻഡമിക് എന്ന് പറഞ്ഞാൽ എപ്പിഡമിക് ഓവർ എ വൈഡർ ഏരിയ, ഒരു വ്യാപകമായ സ്ഥലത്തുണ്ടാകുന്ന അസുഖം ധാരാളം പേരെ ബാധിക്കുന്നതിനാണ് പാൻഡമിക് എന്ന് പറയുന്നത്. ഈ പാൻഡമിക് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത് April 7 PH പരീക്ഷയ്ക്ക് ചോദിക്കാം. ജോർജ് ഫ്ലോയിഡ് ഏത് രംഗത്താണ് പ്രശസ്തൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. അമേരിക്കയിൽ അയാൾ ശ്വാസം മുട്ടിച്ചു കൊന്നു. അപ്പോൾ ജോർജ് ഫ്ലോയിഡ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വന്ന് ക്രിക്കറ്റ് പ്ലെയർ എന്നായിരിക്കും, ബാഡ്മിൻ്റൺ പ്ലെയർ എന്നായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥനാണ്. അതേപോലെ തന്നെ മറ്റൊരു വാർത്തയിൽ പറയുന്നുണ്ട്, പിന്നെ ഫ്രാൻസിൻ്റെ ഭരണാധികാരി ഇമ്മാനുവൽ മക്രോൺ ഈ പത്രത്തിനകത്തുണ്ട്, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അതുപോലെ ജർമ്മനിയുടെ ആഞ്ചല മെർക്കൽ ഇതേ പത്രത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു പത്രത്തിൽ എഴുതിയെടുക്കാം. അതേപോലെ തന്നെ സ്വീഡനിലെ പണ്ടത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഒലഫ് പാമ, അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതാണ്. അപ്പോൾ ഒലഫ് പാമ ഏത് രാജ്യത്തെ പിന്നെ ഭരണാധികാരി എന്ന് ചോദിക്കാം, പ്രധാനമന്ത്രിയായിരുന്നു ചോദിക്കാം. അപ്പോൾ സ്വീഡനിലെയാണ്. സ്വീഡൻ്റെ തലസ്ഥാനം സ്റ്റോക്ക്ഹോം ആണെന്നും സ്വീഡൻ ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണെന്നും പഠിക്കുന്നത് യൂറോപ്യൻ രാജ്യമാണെന്ന് നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ പറ്റും. ഇങ്ങനെ ഈ പത്രവാരാണ്. അതുപോലെ തന്നെ സഞ്ജിത ചാനുവാരാണ്. സഞ്ജിത ചാനു എന്ന് വെച്ചാൽ വെയിറ്റ് ലിഫ്റ്ററാണ്. അപ്പോൾ ഈ പത്രത്തിൽ നിന്ന് തന്നെ ഞാൻ പത്രം വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ.
രാവിലെ പത്രം കിട്ടിയതാണ്. അപ്പോൾ ഈ പത്രം ചക്രപാണി സാർ ഇന്ന് അരിച്ചു പറക്കി വായിക്കുക മാത്രമല്ല, ഇതിൽ അറിഞ്ഞുകൂടാത്ത വാക്കുകൾ നോക്കും, ശൈലികൾ നോക്കും. മലയാളത്തിലെ പ്രമുഖമായ ഒരു പത്രം ഞാൻ അരിച്ചു പറക്കി വായിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു പെൻസിലുണ്ടാകും. ആ പെൻസിൽ വെച്ച് ഞാൻ ഇതെല്ലാം എഴുതിയെടുത്ത് റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഇതൊരു ശ്രമകരമായ ഒരു ജോലിയാണ്. ഒരു വർഷം നിങ്ങൾ ശ്രമകരമായ ജോലി ചെയ്യൂ, അപ്പോൾ നമുക്ക് വിജയത്തിലെത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ നമ്മുടെ ഈ ക്ലാസ് ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രധാനമായും പത്രപാരായണം നിങ്ങൾ നടത്തണം, എന്നോടൊപ്പം നിങ്ങൾ വായിക്കണം. രണ്ടെന്ന് പറയുന്നത്, ഏതൊരു പരീക്ഷയെ സംബന്ധിച്ചും അതിൻ്റെ സിലബസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഈ അടുത്ത കാലത്ത് ഒരു അധ്യാപകൻ എന്നെ വിളിച്ചിട്ട്, സാർ അവിടെ പഠിപ്പിക്കാൻ ഒരു അവസരം തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അവസരം തരാത്തത്, ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആർക്കും പഠിക്കാം, അതിന് മേൽക്കൂരയില്ലാത്തൊരു സ്ഥാപനമാണ് ഫ്രണ്ട്സ് സ്റ്റഡി സെൻറ്റർ. അത് കല്യാണപ്പുരകളിലാണ് നടക്കുന്നത്, പൊതുസ്ഥലങ്ങളിലാണ് നടക്കുന്നത്. ചക്രപാണി സാർ മേൽക്കൂരയില്ലാതെ 20 വർഷം പഠിപ്പിച്ചു. വെയിലത്തും അതുപോലെ തന്നെ കൊടും മഴയത്തും നിന്ന് 20 വർഷം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതാനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ബുദ്ധിമുട്ടുള്ളവൻ പുസ്തകം എടുക്കുമ്പോഴത്തേക്ക് അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അതിൽ തെളിയും. അവൻ ഉറങ്ങില്ല. വീട്ടിൽ മറ്റെല്ലാ മുറികളിലും ലൈറ്റ് അണയും, പക്ഷേ പ്രശ്നക്കാരൻ, അതായത് ബുദ്ധിമുട്ടുള്ളവൻ്റെ മുറിയിൽ ലൈറ്റ് അണയില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം ഊർജ്ജസ്വലമായി നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? അതായത് നിങ്ങൾ റാങ്ക് ഫയൽ എടുത്തു വെച്ച് 1 പേജ് മുതൽ 15 പേജ് വരെ എഴുതി 15 മുതൽ 30 പേജ് റാങ്ക് ഫയൽ നിങ്ങളെ ശത്രുവാനോടോ? എനിക്ക് അലർജിയാണ് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ. നിങ്ങൾ ഗൈഡുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ 7ാം ക്ലാസ് മുതൽ ഒരു 12ാം ക്ലാസ് വരെയുള്ള പുസ്തകം വായിച്ച് എഴുതിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ മേശപ്പുറത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബണ്ടിൽ ഉയർന്നു വരണം. ഒരു 2000 മുതലുള്ള PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതിൻ്റെ എക്സ്പ്ലനേഷനുകൾ ഉയർന്നു വരണം. ഇവർ 100 മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യന് 4 ഉത്തരം കാണാം, അതിൽ ശരി ഉത്തരം ഒന്നേ ഉള്ളൂ. ബാക്കി 3 ഉത്തരം തെറ്റുത്തരമാണ്. ആ തെറ്റുത്തരം വേറെ ഏതോ ചോദ്യത്തിൻ്റെ ശരി ഉത്തരമാണ്. അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ല ചതഞ്ഞ് ഒരു ചോദ്യം വായിക്കണം, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അങ്ങനെ പറഞ്ഞാൽ പോരാ. ഇത് സവിസ്തരം പഠിക്കണം. എന്ത് കണ്ടാലും അത് എവിടെ എന്താണെന്നുള്ളത് നോക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ വേണം. അതുപോലെ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ആ അധ്യാപകൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ, തിരുവനന്തപുരത്ത് പ്രമുഖമായ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് എൻ്റെ അടുത്ത് ഒരു ചാൻസ് ചോദിച്ചത്. ഞാൻ ഒരു സാധാരണക്കാരൻ, ഒരു കർഷക തൊഴിലാളിയുടെ മകൻ, ബുദ്ധിമുട്ട് കൊണ്ട് പഠിച്ച് ഈ രംഗത്തെത്തിയ നിങ്ങൾക്ക് കാഴ്ച തന്നെ ഞാനൊരു ദുർബലനായ മനുഷ്യൻ. പക്ഷെ ചക്രപാണി സാറിനെ താങ്ങി നിർത്തുന്നത് എൻ്റെ നിരന്തരമായ വായനയാണ്. ആ വായനയിലെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്ന എല്ലാം വേദവാക്യമാണെന്ന് ഞാൻ പറയുന്നില്ല. സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്കും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. ഞാൻ ഈ പറയുന്നതിൽ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, തിരുത്താം, അഭിപ്രായം പറയാം, നമുക്ക് ഒരുമിച്ച് പോകാം. അവിടെ എന്തിനാണ് നിങ്ങൾ റാങ്ക് ഫയലിൻ്റെ പുറകെ പോണത്? എന്തിനാണ് നിങ്ങൾ പോയി ആവശ്യമില്ലാതെ രൂപ കൊടുക്കുന്നത്? 5 ലക്ഷം പേര് എഴുതുമ്പോഴത്തേക്ക് ജോലി കിട്ടുന്ന മാക്സിമം 10,000 പേർക്കാണ്. ആ 10,000 പേർ ആക്കാണ് ജോലി കിട്ടുന്നത്. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ മുഴുവൻ ഈ സ്ഥാപനങ്ങളിൽ പൈസ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. പൈസ കൊടുത്താൽ എന്താണ് പഠിക്കുന്നോ എന്ത് പഠിപ്പിക്കുന്നോ അറിയാമോ? അപ്പോൾ ഞാൻ എന്നെ വിളിച്ച അധ്യാപകനടുത്ത് ഞാൻ നിങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ കേൾക്കുന്നവർ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ, അതേ ശ്രദ്ധിക്കാതിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ നിശബ്ദമായിരുന്നത് കേൾക്കണം, എന്നിട്ട് മനസ്സിലാക്കണം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവാണ്. ഞാൻ ഇന്ന് തുടങ്ങും. ഇന്ന് ഞാൻ ഉറങ്ങില്ല, 12 മണി വരെ ഞാൻ ഇരിക്കും. ഞാൻ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കും. ആരുടെയും റാങ്ക് ഫയൽ ഒന്നും എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ റാങ്ക് ഫയൽ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കും. ഈ അവസരം ചോദിച്ച അധ്യാപകനോട് ഞാൻ ചോദിച്ചു, ഈ LDC പരീക്ഷ ആകെ OMR ഷീറ്റിൽ എത്ര തീരെ നടത്തിയിട്ടുണ്ട്? ഞാൻ ഒരു ടെസ്റ്റ് കേസാണ്, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനത്തിലെ അധ്യാപകനാണ് ചാൻസ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, സാറേ LDC പരീക്ഷ നടത്തിയിട്ടുണ്ടോ? ഒരുപാട് തീരെ നടത്തിയിട്ടുണ്ട്. ഞാൻ കേട്ടോ എന്നാ തുടങ്ങിയത് OMR ഷീറ്റിൽ. അങ്ങനെ അറിയാമെങ്കിൽ മാത്രമല്ലേ താൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കാണുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ പരീക്ഷയുടെ ബഹുഭൂരിപക്ഷവും റിപ്പറ്റീഷനാണ്, ആവർത്തനമായ ക്വസ്റ്റ്യനുകളാണ്. ഒന്നുകിൽ നേരത്തെ ചോദിച്ചു നിർത്തിയതിൻ്റെ അടുത്തായിരിക്കും ആ ക്വസ്റ്റ്യൻ ഉള്ളത്, ആ പേജിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ ഈ അധ്യാപകനടുത്ത് ഞാൻ ചോദിച്ചു, LDC പരീക്ഷ എത്ര പ്രാവശ്യം നടത്തിയിട്ടുണ്ട്? അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ കട്ട് ചെയ്തതാണ്. കാരണം ഈ അധ്യാപകൻ ഇതുവരെയും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വിശകലനം ചെയ്തിട്ടില്ല. ചാടിക്കയറി വരുന്നു, ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ പഠിപ്പിക്കുന്നു, അവിടെ നിന്ന് ചാടി ഇറങ്ങി വേറൊരു സ്ഥലത്ത് പോകുന്നു പഠിപ്പിക്കുന്നു. കുട്ടികൾ ജയിക്കുന്നോ ഇല്ലേ എന്നുള്ളത് ആരുടെയും പ്രശ്നമല്ല. ഏതോ ഒരു രക്ഷകർത്താവ്
ഒരച്ഛനും അമ്മയും കൂലിവേല ചെയ്ത് അയക്കുന്ന ആ മക്കൾക്ക് ശരിയായ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ശരിയായ വിദ്യാഭ്യാസം തന്നേ പറ്റുള്ളൂ. ചക്രപാണി സാറിന് ഒളിച്ചോടാൻ പറ്റില്ല. ഇത് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കണം. നിങ്ങൾ അടുത്ത വർഷത്തിൽ എഴുതുന്ന ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കൂട്ടമായി നെടുമങ്ങാട് വന്ന് ചക്രപാണി സാറിനെ കാണും. സാർ, ഇതാണ് എൻ്റെ പോസ്റ്റിംഗ് ഓർഡർ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എനിക്ക് കിട്ടുന്ന പോസ്റ്റിംഗ് ഓർഡർ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് പൊട്ടിക്കും. 50% വിജയമാണോ? എൻ്റെ പാവപ്പെട്ട അമ്മ, അവർക്കൊന്നും അറിയില്ല. പക്ഷേ ആ പോസ്റ്റിംഗ് ഓർഡർ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് പൊട്ടിക്കും. മുതിർന്നവരെ ബഹുമാനിക്കുന്നതും അതുപോലെ തന്നെ അഹങ്കാരം ഒഴിവാക്കുന്നതും പൊങ്ങച്ചം പറയുന്നതും എല്ലാം അവസാനിപ്പിച്ച് വീട്ടിലൊരു സ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടാക്കി നമുക്ക് മുന്നേറാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, LDC പരീക്ഷ തുടങ്ങുന്നത് OMR ഷീറ്റ് തുടങ്ങുന്നത് 2003 അത് തന്നെ ആദ്യം പിടിക്കണം. 2003 LDC പരീക്ഷ ആദ്യമായിട്ട് OMR ഷീറ്റ് തുടങ്ങി. അതിന് മുമ്പ് LDC പരീക്ഷ ഉണ്ട്. റിട്ടേണാണ്, പൂരിപ്പിക്കുക, ചേരുംപടി ചേർക്കുക, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു LDCയുടെ രൂപം. ഈ 2003 LDC പരീക്ഷ ആദ്യമായി OMR ഷീറ്റ് തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ 100 ക്വസ്റ്റ്യൻ ഇല്ലേ? 14 ജില്ലയ്ക്ക് 14 ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ? ഈ 14 ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 മാർക്കിനുള്ളതിൽ 20 മാർക്ക് മാത്സ് മെൻ്റൽ എബിലിറ്റിയാണ്. ഈ ആദ്യം ഇവിടുത്തെ 20 മാത്സ് ചെയ്ത് പഠിക്കണം. ഇനി ഒരു സത്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഡിഗ്രി വരെയുള്ള എല്ലാ പരീക്ഷയും മലയാളത്തിലാണ്. പണ്ട് നമ്മൾ നാട്ടിൻപുറത്തുള്ളവർ ചിലപ്പോൾ ഈ മാത്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചാൽ മനസ്സിലാവില്ല. ഇനി അതിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. ഡിഗ്രി ലെവലോടെ എല്ലാം മലയാളമാണ്. അപ്പോൾ 2003 നടന്ന LDC പരീക്ഷയുടെ 100 ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കണം. അതിന് ഈ LDC പരീക്ഷയിലുള്ള അടുത്ത 50 ക്വസ്റ്റ്യൻ GK ആണ്. ആ 50 ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് അതിൻ്റെ ഓപ്ഷൻസ് കൂടി വായിക്കണം. 20 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷാണ്, അത് വായിക്കണം. 10 ക്വസ്റ്റ്യൻ മലയാളമാണ്. അപ്പോൾ 2003 LDC പരീക്ഷ കഴിഞ്ഞത്. നിങ്ങളുടെ മേശപ്പുറത്ത് 2003 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ഔട്ട് ചെയ്ത ഒരു ഗൈഡ് വാങ്ങിക്കണം. അത് വാങ്ങി അങ്ങോട്ട് തുടങ്ങി 2003 14 ജില്ലയിലെ 20 മാത്സ് വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ തെളിച്ചം നിങ്ങളുടെ മുഖത്തുണ്ടാവും. 2003 50 GKയുടെ ആ ശരി ഉത്തരവും തെറ്റുത്തരവും ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ എഴുതി വെച്ച് തരാം, നിങ്ങൾക്ക് ഒരു കുതിപ്പുണ്ടാകും. 2003 20 ഇംഗ്ലീഷ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ പണ്ട് പഠിച്ച ഈ ഗ്രാമർ ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ ഒരു ട്രിക്കാണ് ഈ പരീക്ഷ. നിങ്ങൾക്ക് ഈ ഒരു വർഷവും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഞാൻ തന്നെ ആയിരിക്കും. ഈ ഒരു വർഷവും GKയിലെ കറണ്ട് അഫയേഴ്സ്, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും. എനിക്കതിനുള്ള ത്രാണി ഉണ്ടാ? ഒരു സംശയം തോന്നുന്നില്ലേ? എനിക്ക് PSCക്ക് പഠിപ്പിക്കാനേ അറിയാം. വേറെ ഒന്നും ഒരു രക്ഷയില്ല. കാരണം എനിക്കറിയാം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ 20 വർഷം കൊണ്ട് ഞാൻ തലങ്ങനെ വിലങ്ങനെ നോക്കുകയാണ്. ഡെയിലി 10-15 ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഞാൻ തിരിച്ചു മറിച്ച് നോക്കണം. എന്തുകൊണ്ട് എനിക്ക് തെറ്റി? ഒരു പരീക്ഷ കഴിഞ്ഞാൽ അവിടെ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വാങ്ങി രാത്രി ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഉത്തരം എഴുതും. ഉത്തരം എഴുതിയിട്ട് എനിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കും. എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, ഞാൻ എവിടെയാണ് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടുപോയത്, ഞാൻ എവിടെയാണ് എനിക്ക് ഡീവിയേഷൻ ഉണ്ടായത്. അപ്പോൾ ഞാനത് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് എളുപ്പമാകും. ഇത് ഈ വിജ്ഞാനം നേടുന്നത് അങ്ങനെയാണ്. അപ്പോൾ 2003 LDC പരീക്ഷ ആദ്യം. ഇത് 14 ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. 14 ജില്ലയുടെ 20 ക്വസ്റ്റ്യൻ മാത്സ് ആദ്യം നോക്കി, 50 ക്വസ്റ്റ്യൻ GK നോക്കി, 20 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് നോക്കി, 10 ക്വസ്റ്റ്യൻ മലയാളം നോക്കി. അതിൻ്റെ സവിസ്തരമായ വിവരങ്ങൾ കഴിഞ്ഞു മടക്കി വെച്ചു. അടുത്ത് 2005 എടുക്കാൻ പോവുകയാണ്. 2005 എടുക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാകും. കാരണം നമ്മൾ 2003 തീർത്തിരിക്കുകയാണ്. കാരണം ഒരു സത്യമുണ്ട്, എന്താണെന്നറിയാമോ? ഈ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി തീരുമ്പോഴത്തേക്ക് സവിസ്തരമായതുണ്ടാകും. കളക്ടർ എഴുതിയെടുക്കുക, ഒരു IAS എഴുതിയെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ IASകാരന് LDC എഴുതിയെടുക്കാൻ നോക്കില്ല, അത് ഉറപ്പാണ്. ഒരു സംശയവും വേണ്ട. കാരണം ഇത് സവിസ്തരമായ ഒരു പരീക്ഷയാണ് LDC, ഡിഗ്രി ലെവൽ പോലെയല്ല. 2005 LDC പരീക്ഷയിലെയും 14 ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കണം. ഇതേപോലെ 20 ഇംഗ്ലീഷ്, 50 GK ഞാൻ പരിശോധിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പരീക്ഷ കഴിഞ്ഞത് 2007 LDC പരീക്ഷ കഴിഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ വരണത് 2011 അടുത്തത് 2014 പിന്നെ വരുന്നത് 2017. ലാസ്റ്റ് പരീക്ഷ 2017. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ സവിസ്തരമായി നിങ്ങൾ പരിശോധിക്കണം. അതിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടെ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബലം കിട്ടും. പരീക്ഷ എഴുതാനുള്ള ബലം കിട്ടും. ആ ബലമാണ് നമ്മുടെ ഏറ്റവും വലുത്. പിന്നെ ഒരു ഗുരുക്കന്മാരെ ബഹുമാനിക്കാനും മുതിർന്നവരുടെ ബ്ലെസ്സിങ്സ് വാങ്ങാനും ഒക്കെ ഉള്ള ഒരു മനസ്സ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം.
ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ വിഷയത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറയേണ്ട ഒരു കാര്യം ഞാൻ വിട്ടുപോയതാണ്. നിങ്ങൾ നോട്ട്ബുക്ക് റെഡിയാക്കി വെച്ചോളണം. അപ്പോൾ ഇനി കൂടുതൽ ഉപദേശിച്ചിട്ട് കാര്യമല്ല, ഉപദേശങ്ങളൊന്നും ആർക്കും വേണ്ട. ഞാനൊരു ഉപദേശിയല്ല, സന്യാസിയല്ല, ഒരു സാധാരണ മനുഷ്യൻ. അതുകൊണ്ട് ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കണം. ഞാൻ സ്പീഡ് കൂടി പോകണമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അടുത്ത ക്ലാസ്സുകൾ എങ്ങനെ ആകണമെന്ന് പറയാം. എന്തു പറഞ്ഞാലും ഒരു വൈഷമ്യം ഉണ്ടാവില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള സഹനശക്തിയും ക്ഷമയും എനിക്കുണ്ട്. എന്നാലേ ഞാൻ അധ്യാപകനാവുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കേരളത്തിൻ്റെ ഒരൊറ്റ പോയിന്റ് നോക്കിക്കൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് ഇന്ത്യയിലെ ആകെ സ്റ്റേറ്റുകൾ 28ആണ്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8ആണ്. അത് തന്നെ ഒരു നോളജാണ്. 28 സ്റ്റേറ്റുകളാണുള്ളത്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. 28 സ്റ്റേറ്റുകളിൽ നമ്മുടെ സ്റ്റേറ്റായ കൊച്ചു കേരളം, അതിൻ്റെ ഭൂവിസ്തൃതി 38,863 സ്ക്വയർ കിലോമീറ്ററാണ്. 38,863 സ്ക്വയർ കിലോമീറ്റർ. ഇത് ഇന്ത്യയുടെ 1.18%. ഇത് രണ്ടും PSC പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ കേരളത്തെക്കുറിച്ച് ഒരൊറ്റ പോയിന്റ്, കേരളം രൂപീകരിക്കുന്നതിൻ്റെ ഒരു ഒറ്റ കാര്യം പറയാൻ വേണ്ടി ഇവിടെ വന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ, എഴുതിയെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ 38,863 സ്ക്വയർ കിലോമീറ്റർ ഉള്ള കേരളം, അത് ഇന്ത്യയുടെ 1.18%. ഇവിടുന്ന് ഇത് പണ്ട് ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചതാണ്. 38,863. ശരി, മണിയായിട്ട് പഠിപ്പിച്ചു കിട്ടു. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? കേരളത്തിൻ്റെ ഭൂവിസ്തൃതി സ്ക്വയർ മൈലാണ് ചോദിച്ചത്. ചക്രവാണി സാർ അവിടെ പരാജയപ്പെട്ടു പോയി ആ ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ സ്ക്വയർ മൈലിലാണെങ്കിൽ 15,005 സ്ക്വയർ മൈലാണ്. ഇത് PSC പരീക്ഷയ്ക്ക് വെച്ചു. 15,005 സ്ക്വയർ മൈൽ, 38,863 സ്ക്വയർ കിലോമീറ്റർ. ഇന്ത്യയുടെ 1.18% നമ്മുടെ കേരളത്തിനുള്ളത്. കേരളത്തിൻ്റെ ജനസംഖ്യ 2011 സെൻസസ് അനുസരിച്ച് 3,33,00,000. അടുത്ത സെൻസസ് 2021. ഈ കേരളത്തെ സംബന്ധിച്ച് കേരളം പണ്ട് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന് 3 പ്രദേശങ്ങളായിരുന്നു. തിരുവിതാംകൂറിൽ രാജഭരണമായിരുന്നു, പിന്നീട് അവസാനം ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നു. കൊച്ചിയിൽ രാജഭരണമായിരുന്നു, പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നു. മലബാർ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു മലബാർ. അതിന് നിങ്ങളുടെ ക്ലാസ്സിൽ പണ്ട് നിങ്ങൾ പഠിച്ചു കാണും. അതായത് 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ഈ മലബാർ ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ മലബാർ മദ്രാസ് പ്രോവിൻസിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് അവർ ഇന്ത്യയുടെ 1/2 പ്രദേശങ്ങൾ കൈയടക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് മൊത്തം 11 പ്രോവിൻസുകളുണ്ടായിരുന്നു. ആ 11 പ്രോവിൻസ് ചോദിക്കാം. ഒരു പ്രോവിൻസ് മദ്രാസ് പ്രോവിൻസാണ്, ബോംബെ വേറൊരു പ്രോവിൻസാണ്, കറാച്ചി വേറൊരു പ്രോവിൻസാണ്. ഇങ്ങനെ പല പ്രോവിൻസ്, 11 പ്രോവിൻസുകളുണ്ട്. അത് ഇന്ത്യയിലെ 1/2 ഭാഗം പ്രദേശമാണ്. 1/1 ഭാഗം മാത്രമേ നമ്മുടെ നാട്ടുരാജാക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മംഗലാപുരം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇവിടെ നിങ്ങൾ ചിലർ ആരോണെന്ന് എനിക്കറിയില്ല, എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനുണ്ട്. സാർ, മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇടുക്കിയിലാണ്. അത് അതിൻ്റെ പൂർത്തീകരണം 1895. അപ്പോൾ ഇപ്പോൾ ഇടുക്കിയിലിരിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്തിനായി തമിഴ്നാടിന് ബാധകം, അവരതാണെന്ന് പറയണത് എന്തിനാ? അതിൻ്റെ പിന്നീട് നിയന്ത്രണമൊക്കെ ഈ തമിഴ്നാട്ടിനാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിരിക്കുന്ന ഈ ഇടുക്കി പ്രദേശങ്ങൾ പണ്ട് മദ്രാസ് പ്രോവിൻസിൻ്റെ കീഴിലായിരുന്നപ്പോൾ പണിയെഴുപ്പിച്ചതാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ മദ്രാസിലേക്ക് നാട് കടത്തി 1910 ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത്. അപ്പോൾ മദ്രാസിലേക്ക് നാട് കടത്തിയപ്പോൾ അദ്ദേഹം താമസിച്ചത് കണ്ണൂരാണ്. അതങ്ങനെ മദ്രാസിലേക്ക് നാട് കടത്തിയ കണ്ണൂർ താമസിക്കുന്നത് സ്വാഭാവിക ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടായില്ലേ? അന്ന് ഈ കണ്ണൂരെന്ന് പറയുന്നത് മദ്രാസ് പ്രവിശ്യയുടെ കീഴിലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇവിടെ കേരള സംസ്ഥാനം രൂപീകരിച്ചത് 1956 നിങ്ങൾക്കറിയാം. പക്ഷേ തിരുക്കൊച്ചി, അതായത് 3 പ്രദേശങ്ങളാണ്, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ഈ തിരുവിതാംകൂറും കൊച്ചിയും കൂടി 1949 ജൂലൈ 1
ഒന്നായി തീർന്നു. തിരുക്കൊച്ചി സംയോജനം. അപ്പോൾ 1949 തിരുക്കൊച്ചി സംയോജനം നടന്നത്, ജൂലൈ 1. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ചെറിയ ചോദ്യം വന്നത്. ഈ ജൂലൈ 1 പ്രത്യേകതയാണ്, ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ഡേ ആണ്. ആ ഡോക്ടേഴ്സ് ഡേ ആകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്നു ബി സി റോയ്. അദ്ദേഹം ബൈ പ്രൊഫഷൻ ഹി വാസ് എ ഡോക്ടർ. അവിടുത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു പ്രഫുല്ല ഘോഷ്. രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ബി സി റോയ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാതെ പോകണം ശരിയല്ല. പശ്ചിമ ബംഗാളിലെ പിന്നീട് സെക്രട്ടേറിയറ്റിനാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാമെന്നുള്ള പറഞ്ഞു തരാൻ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്ന ആളാരാ? നിങ്ങൾ ചിലരെങ്കിലും പറയില്ലേ ജ്യോതി ബാസു ആണെന്ന്? ജ്യോതി ബാസു വളരെ കാലം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. 23 വർഷം പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യ 10 വർഷം, 33 വർഷം കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണമായിരുന്നു പശ്ചിമ ബംഗാളിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി പവൻകുമാർ ചാലിങ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന പവൻകുമാർ ചാലിങ് ആണ്. അപ്പോൾ പവൻകുമാർ ചാലിങ് എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? അദ്ദേഹം സിക്കിമിലെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഒരു ചെറിയ സ്റ്റേറ്റാണ് സിക്കിം, ജനസംഖ്യ കുറഞ്ഞ സ്റ്റേറ്റാണ് സിക്കിം. സിക്കിമിൻ്റെ തലസ്ഥാനമാണ് ഗാംഗ്ടോക്ക്. സിക്കിമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പ്രേം സിംഗ് തമാങ്. അപ്പോൾ പ്രേം സിംഗ് തമാങ് ചോദിക്കാം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. സിക്കിമിൻ്റെ തലസ്ഥാനം ഗാംഗ്ടോക്ക് ചോദിക്കാം. ഇതാണ് സിക്കിം പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടക്കും. അതൊരു രസകരമായ ഒരു കേസാണ്. നമ്മൾ 1949 എന്നുള്ള വർഷം പറഞ്ഞപ്പോഴത്തേക്ക്, ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ പറഞ്ഞപ്പോഴത്തേക്കാണ് ഈ സംഭവങ്ങൾ തിരിഞ്ഞു പോയത്. ഇത് ഹിമാലയ സാനുക്കളാണ്. ഈ ഹിമാലയ സാനുക്കൾ എന്താണ്ട് ഇങ്ങനെ കാണുന്ന ഒരു സ്റ്റേറ്റാണ് സിക്കിം. ഈ ഇവിടെയാണ് നേപ്പാൾ കിടക്കുന്നത്, നേപ്പാൾ. ഇവിടെയാണ് ഭൂട്ടാൻ കിടക്കുന്നത്, ഇവിടെയാണ് ചൈന. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. സംശയം വേണ്ട, സിക്കിം. അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു പവൻകുമാർ ചാലിങ്. അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പ്രേം സിംഗ് തമാങ്. ശക്തിയായിട്ട് മനസ്സിലാണ്. അവിടെ നിന്ന് ചോദിച്ചാൽ വേറൊരു ക്വസ്റ്റ്യനാണ്, അവിടുത്തെ സംസ്ഥാന മൃഗമാണ് റെഡ് പാണ്ട. ആ റെഡ് പാണ്ടയുടെ ആഹാരം PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മുളയാണ്. അപ്പോൾ മുള പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, റെഡ് പാണ്ട പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സിക്കിം എന്ന് പറയുന്നത് പിന്നെ അവിടെയാണ് നാഥുലാ ചുരം, ചൈനയുമായി ബന്ധപ്പെടുന്ന നാഥുലാ ചുരം അവിടെയാണ്. സിക്കിമിൻ്റെ പിന്നെ പ്രത്യേകതകളാണ് ഞാനീ പറഞ്ഞത്. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ 28 സ്റ്റേറ്റുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഈ 28 സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റുമായി മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ. ഒരു ഉദാഹരണത്തിന് കേരളം അതിർത്തി പങ്കിടുന്നത് കർണാടകവും തമിഴ്നാടുമായിട്ടാണ്. എന്നാൽ ഈ സിക്കിം അതിർത്തി പങ്കിടുന്നത് വെസ്റ്റ് ബംഗാളുമായിട്ട് മാത്രമാണ്. പശ്ചിമ ബംഗാളുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റാണ് സിക്കിം. തലസ്ഥാനം ഗാംഗ്ടോക്ക്. പവൻകുമാർ ചാലിങ് മുഖ്യമന്ത്രിയായിരുന്നു. റെഡ് പാണ്ട, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നു. ഇവിടെ നിന്ന് തുടങ്ങണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടി, തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1 എന്ന് പറഞ്ഞു പോവുകയാണ്. ഈ 1949 എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ളത്? 1949 പറയുമ്പോഴത്തേക്ക് 49 തിരുക്കൊച്ചി രൂപീകരിച്ചത്. അതിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു പരവൂർ TK നാരായണപിള്ള. പറവൂർ, റായാണ്, പരവൂരല്ല, രായല്ല, പറവൂർ, എറണാകുളത്താണ്. TK നാരായണപിള്ള തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി. രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് C കേശവൻ. 1951 C കേശവൻ വന്നത്. C കേശവൻ CV കുഞ്ഞിരാമൻ്റെ മരുമകനാണ്. CV കുഞ്ഞിരാമൻ്റെ മകളെയാണ് C കേശവൻ കല്യാണം കഴിച്ചിരുന്നത്. 1951-52 വീണ്ടും ഒരു മന്ത്രിസഭ വന്നു തിരുക്കൊച്ചിയിൽ, AJ ജോൺ. 1954 പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായി. അതിനുശേഷം 1955 പനമ്പള്ളി ഗോവിന്ദമേനോൻ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ, തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? പരവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആര്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. അവിടെ മുഖ്യമന്ത്രിയായ വ്യക്തികളാണ് പിന്നീട് TK നാരായണപിള്ള, C കേശവൻ, AJ ജോൺ, പട്ടം താണുപിള്ള, പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഇത്രയും പേര് വന്നു. 1955 പനമ്പള്ളി ഗോവിന്ദമേനോൻ വന്നത്. അപ്പോൾ 1956 നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചത്. 56 നവംബർ 1.
ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി വളരെയധികം നാട്ടുരാജ്യങ്ങളാണ്. ആ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിന് പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആരംഭിച്ചു. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ അയൺമാൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹമായിരുന്നു. അല്ലെ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് പറയുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്നു. അദ്ദേഹമായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. സഹായിച്ച ഒരു മലയാളിയാണ് VP മേനോൻ. അപ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിനുവേണ്ടി ഒരു കമ്മീഷൻ നിയമിച്ചു. ആ കമ്മീഷനാണ് 1953 ഫസൽ അലി കമ്മീഷൻ. എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഫസൽ അലി കമ്മീഷനെ നിയമിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. UGC വന്നതെന്നാണ് 1953 ഒന്നാം പഞ്ചവത്സര പദ്ധതി. PSC 1 മാർക്ക്. ഞാൻ ഈ PSC 1 മാർക്ക് തുടങ്ങി PSC ചോദിച്ചതാണ്. അപ്പോൾ ഫസൽ അലി കമ്മീഷനിൽ ഫസൽ അലിയെ കൂടാതെ HN ഖുസ്രു, സർദാർ KM പണിക്കർ, ഇവർ 3 പേരും കൂടിയാണ് എങ്ങനെ സംസ്ഥാനങ്ങൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കാം. സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് കമ്മീഷൻ രൂപീകരിച്ചു 1953. 1955 ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. PSC 1 മാർക്ക്. ഇനി ഫസൽ അലി കമ്മീഷൻ്റെ ശുപാർശകൾ നിലവിൽ വന്നതെന്ന് 1956 നവംബർ 1. അപ്പോൾ 3 ക്വസ്റ്റ്യൻ എവിടെ കിട്ടി? 1956 നവംബർ 1. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, ഫസൽ അലി കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ നിർദ്ദേശങ്ങൾ കൊടുത്തത്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന് PSC പരീക്ഷ 1 മാർക്ക് 1956 നവംബർ 1. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ 1956 നവംബർ 1 കേരളം മാത്രമല്ല ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചത്. കേരളം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം യോജിച്ച് കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ പ്രസിഡന്റ് ഭരണമായിരുന്നു. ആർട്ടിക്കിൾ 356 അനുസരിച്ചുള്ള പ്രസിഡന്റ് ഭരണമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പനമ്പള്ളി ഗോവിന്ദ മേനോൻ കഴിഞ്ഞിട്ട് പിന്നെ പ്രസിഡന്റ് ഭരണമാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ PSC പരീക്ഷയ്ക്ക് പോയി. ചക്രവാണി സാറിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പിന്നീട് മുങ്ങി താഴ്ന്നപ്പോൾ കിട്ടിയ ഒരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ എന്താണ്, ഇങ്ങനെയായിരുന്നു അറിയാമോ? 1956 രൂപീകരിക്കാത്ത സ്റ്റേറ്റ് ഏത്? 4 സ്റ്റേറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ 1956 14 സ്റ്റേറ്റുകളാണ് 1956 ഒറ്റയടിക്ക് രൂപീകരിച്ചത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം ഉപയോഗിച്ച് ഫസൽ അലി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഉണ്ടാക്കിയത്. അപ്പോൾ ആ 14 സ്റ്റേറ്റുകൾ നമുക്ക് പരിശോധിക്കാം. ഈ 14 സ്റ്റേറ്റുകൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ നിങ്ങൾ ചക്രവാണി സാറിൻ്റെ കൂടെ ചെറുതായിട്ട് എന്നോട് അടുത്ത് എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ മഹത്വമാണ്, എൻ്റെ പ്രശ്നമല്ല. നിങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ, ജോലി ഉണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ ജോലി കിട്ടുന്ന ആളുകൾ പ്രസരിപ്പോടെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒഴിഞ്ഞു പോണത്. ജോലി കിട്ടിയ ആളുകൾ പലപ്പോഴും നിങ്ങളെ പിന്നീട് നോവിച്ചിട്ടില്ലേ? അതിനെല്ലാം പ്രതികാരം ചെയ്യാൻ ഒരു ജോലി സംഘടിപ്പിച്ച് ആ പ്രതികാരങ്ങളെല്ലാം അവസാനിപ്പിച്ച് പരാജയപ്പെടാനുള്ള മനസ്സോടുകൂടി, പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് പരാജയപ്പെടണമല്ല, അല്പം ഒന്ന് ഒതുങ്ങി പോകാനുള്ള ഒരു മനസ്സുണ്ടാകണം. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് പറയുകയാണ്. ഒന്ന്, താഴെ പറയുന്നവയിൽ 1956 നവംബർ 1 രൂപീകരിക്കാത്ത സ്റ്റേറ്റ് ഏത്? അല്ലെങ്കിൽ രൂപീകരിച്ച സ്റ്റേറ്റ് ഏത്? അപ്പോൾ 14 സ്റ്റേറ്റുകൾ ഒറ്റയടിക്ക് രൂപീകരിച്ചു. ആ 14 സ്റ്റേറ്റുകളൊന്ന് നോക്കാം. എല്ലാവരും ബോർഡിലേക്ക് വരിക. ഞാൻ ഈ പറയുന്നത് പെൻസിലും പേനയൊക്കെ കയ്യിലുണ്ടല്ലോ, റെഡിയാണല്ലോ, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. നോക്കൂ, ഇത് ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈനാണ് ഞാൻ ഈ വരച്ചത്. ഇന്ത്യ, ചക്രവാണി സാറിൻ്റെ ഇന്ത്യയാണ്. നിങ്ങൾ നല്ല മണിമണിയായിട്ട് വരയ്ക്കുമെന്ന് എനിക്കറിയാം. ഞാനൊരു പാവം, വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല. ഒരു നാട്ടും പ്രദേശത്ത് ജനിച്ച് വളർന്ന് അവിടുത്തെ ശീലുകൾ പഠിച്ച ഒരു സാധാരണക്കാരൻ. ഇവിടെ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. 1956 നവംബർ 1 14 സ്റ്റേറ്റുകൾ രൂപീകരിച്ചു. അതേതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. ഒരു നല്ല ക്വസ്റ്റ്യനാണ്. നോക്കിക്കോളൂ. ഇവിടെ ഇതാണ് അറേബ്യൻ കടൽ, ഇതാണ് ബംഗാൾ ഉൾക്കടൽ, ഇതാണ് ഇന്ത്യൻ മഹാസമുദ്രം. രത്നാകര എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യൻ മഹാസമുദ്രം. രത്നാകര PSC 1 മാർക്ക്. അറേബ്യൻ സീ, സിന്ധു സാഗർ എന്നറിയപ്പെടുന്നു, PSC 1 മാർക്ക്. ബേ ഓഫ് ബംഗാൾ, ചോള ലേക്ക് എന്നറിയപ്പെടുന്നു, PSC 1 മാർക്ക്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ 2 കൈവഴികളാണ്. ഒന്ന് അറേബ്യൻ കടലും ബേ ഓഫ് ബംഗാളും. അറേബ്യൻ കടലിനെ അറിയപ്പെടുന്നത് സിന്ധു സാഗർ, കാരണം സിന്ധു നദി ഇതിവിടെയാണ് പതിക്കുന്നത്, ഈ അറേബ്യൻ കടലിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിനാണ് രത്നാകര. ബേ ഓഫ് ബംഗാളിന് പറയുന്ന പേരാണ് ചോള ലേക്ക്. ഈ ചോള ലേക്ക് കേട്ടപ്പോഴത്തേക്ക് അന്ന് ആർക്ക് കിട്ടിയില്ല. ചോള ലേക്ക് എന്നറിയപ്പെടുന്നതാണ് ബേ ഓഫ് ബംഗാൾ. എന്താ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്? 1956 രൂപീകരിച്ച 14 സ്റ്റേറ്റുകൾ നോക്കും.
ഇവിടെ ഇത് അറേബ്യൻ കടലാണ്. അറേബ്യൻ കടൽ വഴി ഞാൻ ഇങ്ങനെ പോയി, ഇങ്ങനെ കയറി, ഇങ്ങനെ വന്ന്, ഇത് ഗുജറാത്താണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ വഴി ഞാൻ ജമ്മു കാശ്മീരിലേക്ക് പോവുകയാണ്. കാരണം 1956 ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ആണെന്ന് ആദ്യം ഓർമ്മിച്ചോളൂ. ഇനി അത് സ്റ്റേറ്റ് അല്ലാതെ പിന്നെ നമുക്ക് വേറൊരു ഭാഗത്ത് പറയാം. ഇതാ നോക്കിക്കോളൂ, ഇത് കേരളം 1956, കർണാടക 1956, ഗോവ 56-ലല്ല, മഹാരാഷ്ട്ര 1956, ഗുജറാത്ത് ഇപ്പോൾ വേണ്ട, അടുത്തത് രാജസ്ഥാൻ 1956, അടുത്ത് ജമ്മു കാശ്മീർ 1956. എൻ്റെ സുഹൃത്തുക്കൾ നോക്കൂ, 1956 കേരള, കർണാടക, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, പിന്നെ ഇവിടെ ഒരു സ്റ്റേറ്റ് കൂടെ ഉണ്ട്, പഞ്ചാബ്. അപ്പോൾ കേരള 1956, കർണാടക 1956 നവംബർ 1, മഹാരാഷ്ട്ര 1956 നവംബർ 1, രാജസ്ഥാൻ 1956 നവംബർ 1, പഞ്ചാബ് 1956 നവംബർ 1, ജമ്മു കാശ്മീർ 1956 നവംബർ 1. അപ്പോൾ എത്ര സ്റ്റേറ്റായി? 1, 2, 3, 4, 5, 6. ഈ ഭാഗത്ത് 6 സ്റ്റേറ്റ് തെറ്റൂല. കാരണം നമ്മൾ ഈ അറേബ്യ കടൽ വഴി മുകളിലോട്ട് പോയതാണ്. കേരളം 1956, കർണാടക 1956, അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര 1956, രാജസ്ഥാൻ 56, പഞ്ചാബ് 1956, ജമ്മു കാശ്മീർ 1956. അപ്പോൾ ഇവിടെ 6 കിട്ടി. 1956 നവംബർ 1 ഫസൽ അലി കമ്മീഷന്റെ ശുപാർശ പ്രകാരം പിന്നീട് സംസ്ഥാന പുനഃസംഘടന നിയമം ഉപയോഗിച്ച് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച 14 സ്റ്റേറ്റുകൾ 6 കിട്ടി. 6 സ്റ്റേറ്റുകളുടെ വർഷം നിങ്ങൾക്ക് ഇവിടെ കിട്ടി. എവിടെ കിടക്കണമെന്ന് മനസ്സിലായി. കേരളം എന്ന് പറഞ്ഞപ്പോൾ അറേബ്യൻ കടലിൻ്റെ അലകൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ പോയി പാകിസ്ഥാൻ്റെ ഇവിടെ പാകിസ്ഥാൻ, ഗുജറാത്തിൽ പാകിസ്ഥാനുണ്ട്. ഇങ്ങനെ നമ്മൾ മുകളിൽ പോവുകയാണ്. അടുത്ത് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്തേക്ക് വരാം. ഇവിടെ തമിഴ്നാട് 1956, ഇത് ബേ ഓഫ് ബംഗാൾ വഴി മുകളിലേക്ക് പോവുകയാണ്. തമിഴ്നാട് കഴിഞ്ഞാൽ ആന്ധ്ര 1956, ഒറീസ 1956, അടുത്തത് വെസ്റ്റ് ബംഗാൾ 1956. ഇവിടെ സുഹൃത്തുക്കൾ എന്ത് ബന്ധം, ഇത് ഈ കടൽ വഴി തന്നെ ഞാൻ പോയി. തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, പശ്ചിമ ബംഗാൾ 1, 2, 3, 4, ഇവിടെ 4. അപ്പോൾ 6, 4, 10 സ്റ്റേറ്റ് കിട്ടി 1956 നവംബർ 1 രൂപീകരിച്ചത്. പിന്നെ വരുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് 1956 നവംബർ 1. ഹിമാലയ സാനുകളിൽ 2 സ്റ്റേറ്റ്, ഉത്തർപ്രദേശ് 1956, ബീഹാർ 1956. അപ്പോൾ 13 സ്റ്റേറ്റായി. 1956 നവംബർ 1 രൂപീകരിച്ച 13 സ്റ്റേറ്റായി. കേരള, കർണാടക, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ ഈ പടിഞ്ഞാറ് ഭാഗത്ത്. ഇനി കിഴക്ക് ഭാഗത്ത് വരുമ്പോഴത്തേക്ക് തമിഴ്നാട്, ആന്ധ്ര, ഒറീസ, പശ്ചിമ ബംഗാൾ. അപ്പോൾ നമുക്ക് 6, 4, 10 അല്ലേ? 6, 4, 10. ഇനി മധ്യപ്രദേശ് 11, ഉത്തർപ്രദേശ് 12, ബീഹാർ 13. ഇത് ഹിമാലയ സാനുകളിൽ കിടക്കുകയാണ്. പിന്നെ ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ ഈ 7 സിസ്റ്റേഴ്സ് ഉണ്ട്. 7 സിസ്റ്റേഴ്സിൽ ഏറ്റവും വലിയ സ്റ്റേറ്റാണ് ആസാം. 1956 കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതേ 14 സ്റ്റേറ്റുകൾ 1956 രൂപീകരിച്ചത് ഇനി കാണാൻ പഠിക്കണ്ട. നമ്മൾ അറേബ്യൻ കടൽ വഴി മുകളിലേക്ക് പോയി. കേരളം 1956, അത് കഴിഞ്ഞിട്ട് കർണാടക 1956 നവംബർ 1, അത് കഴിഞ്ഞിട്ട് മുകളിൽ മഹാരാഷ്ട്ര 56, രാജസ്ഥാൻ 56, പഞ്ചാബ് 56, ജമ്മു കാശ്മീർ 56, തമിഴ്നാട് 56, തൊട്ട് മുകളിലുള്ള ആന്ധ്ര 56, അത് മുകളിലുള്ള ഒറീസ 1956, പശ്ചിമ ബംഗാൾ 56, മധ്യപ്രദേശ് 56, ഹിമാലയ സാനുക്കളിലുള്ള അന്ന് ഓരോ സ്റ്റേറ്റായിരുന്നു. പിന്നെ അതിന് ബൈഫർക്കേറ്റ് ചെയ്തു. ഉത്തർപ്രദേശ് 1956, ബീഹാർ 56, 14 സ്റ്റേറ്റ്. പിന്നീട് ആസാം 1956. അപ്പോൾ 28 സ്റ്റേറ്റിലെ 14 സ്റ്റേറ്റുകളുടെ രൂപീകരിച്ച വർഷം ഇപ്പോൾ തന്നെ പഠിച്ചു. ഇനി 14 സ്റ്റേറ്റിൻ്റെ വർഷം പഠിച്ചാൽ പോരെ? അത് നമ്മൾ ഇന്ത്യയെ സവിസ്തരമായി അരിച്ച് പറക്കി നമ്മൾ എടുക്കാൻ പോവുകയാണ്. ആ സമയം വരുമ്പോഴത്തേക്ക് ഞാനത് നിങ്ങളടുത്ത് സവിസ്തരമായി ഞാൻ വിവരിക്കും. 1957 കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് നിയമസഭയിലേക്ക്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നീട് EMSൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഗവൺമെൻറ് കേരളത്തിൽ. 1957 ഏപ്രിൽ 5 EMS സത്യപ്രതിജ്ഞ ചെയ്തത്. 1959 ജൂലൈ 31 അതിനെ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിട്ടു, ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദുമായിരുന്നു.
1959 പിരിച്ചുവിടുമ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധി ആയിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അത് വേറൊരു ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സവിസ്തരമായി മനസ്സിലാക്കാം. അപ്പോൾ 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം ഒരെണ്ണം കിട്ടി. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ നമ്മൾ 1949 കയറി പിടിക്കാൻ പോവുകയാണ്. 1949 പിന്നെ 49 നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. അപ്പോൾ ഭരണഘടനയെക്കുറിച്ച് ഇവിടെ ചെറുതായിട്ടൊന്ന് നോക്കണം. അപ്പോൾ 49 ഒരു പ്രാധാന്യം നമ്മൾ കണ്ടു. രണ്ടാമത്തെ പ്രാധാന്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഭരണഘടന അംഗീകരിച്ചു 1949 നവംബർ 26 നവംബർ 26 ഭരണഘടനാ ദിനമായി ആഘോഷിച്ചു വരുന്നത്. ഭരണഘടന ഉണ്ടാക്കാൻ 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തു. ആ ഭരണഘടനയുടെ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഫെഡറൽ ഇൻ ഫോം ആൻഡ് യൂണിറ്ററി ഇൻ ഷേപ്പാണ്. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യയുടെ പേരെന്താണ്? PSC പരീക്ഷ 1 മാർക്ക്, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. PSC പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവലിൽ ചോദിച്ചാണ് ഇന്ത്യയുടെ പേര് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകിച്ച് ക്ലാസ് ഞാൻ തന്നെ എടുക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചത് 1946 അത് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ്. ക്യാബിനറ്റ് മിഷൻ അയച്ചത് ബ്രിട്ടനിലെ ക്ലെമൻ്റ് ആറ്റ്ലി എന്ന് പറയുന്ന ഇന്ത്യക്ക് പിന്നെ സ്വാതന്ത്ര്യം തന്ന പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചു. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1946 രൂപീകരിച്ചത്. ആ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. അത് സാധാരണ ഇതിൽ നമ്മൾ പ്രോ ടൈം സ്പീക്കർ എന്ന് പറയുമ്പോൾ ഏറ്റവും മുതിർന്ന ഒരു അംഗം. സച്ചിദാനന്ദ സിൻഹ വാസ് ദ എൽഡസ്റ്റ് മെമ്പർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഫ്രഞ്ച് പ്രാക്ടീസ് അനുസരിച്ച് നമ്മളും ഒരു മുതിർന്ന അംഗത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹത്തിന് 2 ദിവസം ഇരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. അത് ദീർഘമായ ഒരു ഭരണഘടനയാണ്. ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടേതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഇപ്പോൾ സവിസ്തരമായി പറഞ്ഞുകൊണ്ടിരിക്കാൻ കാര്യമില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, ഈ കോൺസ്റ്റിറ്റ്യൂഷന് ആദ്യം 8 ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ 12 ഷെഡ്യൂളുണ്ട്. ആദ്യം 22 പാർട്ടാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ 25 പാർട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 395 വകുപ്പുകളാണ് ഒറിജിനൽ. അതിനെ അമെൻമെൻറ്റ് ചെയ്ത് ഇപ്പോൾ ധാരാളം വകുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഒറിജിനലി 395 ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാം. ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അനുസരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു ജോലി വാങ്ങാൻ മോഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റുള്ള പോലെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു ജോലി കിട്ടി നിങ്ങൾക്ക് പ്രത്യേക ഒരു കുടുംബ പേരുണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇന്നലെ വരെ നമ്മുടെ കുടുംബത്തിൽ സർക്കാർ ജോലിക്കാർ കുറവായിരിക്കും, അങ്ങനെ ഒരു കുടുംബ പേരുണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അരിച്ച് കലക്കി പഠിക്കുക തന്നെ വേണം. പഠിക്കുന്ന ഒരു വാശിയായിരിക്കണം അത്. അതിന് ഒരു ചെറിയൊരു ഉപായം ഞാൻ പറഞ്ഞുതരാം. പ്രിയാമ്പിൾ നിർദ്ദേശിച്ചത്, അതായത് ആദ്യം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനായിരുന്നു, ലക്ഷ്യപ്രമേയം. 1946 ഡിസംബർ 13 അത് അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം പിന്നീട് പ്രിയാമ്പിളായിട്ട് ആമുഖമായി മാറുകയാണ്. നെഹ്റുവാണ് നിർദ്ദേശിച്ചത്. ഈ ആമുഖം ഒന്ന് കാണാതെ പഠിക്കണം. തയ്യാറാണോ എൻ്റെ സുഹൃത്തുക്കൾ? ഒരു ചെറിയ തുണ്ട് പേപ്പറിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഒരു ചെറിയ പേപ്പറിൽ എഴുതി പോക്കറ്റിലിടണം. ചക്രവാണി സാർ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും പ്രിയാമ്പിൾ ഇങ്ങനെ പറഞ്ഞ് ത്രസിക്കണം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ് സിറ്റിസൺസ് justice, social, economic and political, liberty of thought, expression, belief and faith and worship, equality of status and of opportunity and promote among them all, fraternity assuring the dignity of the individual and the unity and the integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give it to ourselves this Constitution. ഇത് പഠിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കൊരു തോന്നൽ വരും, ഞാൻ തീരെ മോശമല്ല, ഇതൊക്കെ എന്നെക്കൊണ്ടും പറ്റും. നിങ്ങളെ ക്ലാസ്സുകളിൽ എവിടെയെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുട്ടികളെ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യം പ്രിയാമ്പിൾ കാണാതെ പഠിപ്പിക്കും. എത്ര മാർക്കാണോ അതിനകത്ത് കിടക്കുന്നത് ആ പ്രിയാമ്പിൾ. അതാദ്യം അമെൻമെൻറ്റ് ചെയ്തത്
1976 42-ാം ഭരണഘടനാ ഭേദഗതി, അതിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോഴത്തേക്ക് നമുക്ക് സവിസ്തരമായത് പറയണമല്ലോ. അപ്പോൾ ഈ പ്രിയാമ്പിൾ കാണാതെ പഠിക്കണം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു secure to all its citizens justice, social, economic and political, liberty of thought expression, belief, faith and worship, equality of status and of opportunity, and promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly 26th day of November 1949 do hereby adopt, enact and give it to ourselves this constitution. ഞാൻ എഴുതി വെച്ചതരായ എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉദ്യോഗാർത്ഥികളെ, ഇത് ഒന്ന് എഴുതി പോക്കറ്റിലിട്ട് ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് എത്ര ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, പ്രിയാമ്പിളിലുള്ള വാക്ക് ഏത്, ഇല്ലാത്ത വാക്ക് ഏത്, പ്രിയാമ്പിളിൽ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അത് എഴുതി വെച്ചേക്കുന്ന ആ വരിയുടെ ഓർഡർ, പിന്നെ ഇതിൻ്റെ തന്നെ ഓർഡർ, പ്രിയാമ്പിളിലുള്ള ഒരു ദിവസം ഏതാണ്, 26 നവംബർ 1949. ഇങ്ങനെ ഇതിനകത്ത് സവിസ്തരമായ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു വിവരം കിട്ടും. നമ്മൾ ഈ ഭാരതത്തിൽ ജീവിക്കുമ്പോഴത്തേക്ക് നമ്മളെ നാടിനെ സ്നേഹിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കണം, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 2 പോയിന്റ് ഞാൻ പറഞ്ഞു. ഒന്ന്, തിരുക്കൊച്ചി സംയോജനം 1949. അതുപോലെ രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചത് 1949 നവംബർ 26, നിലവിൽ വന്നത് 1950 ജനുവരി 26. അത് നമ്മൾ പിന്നീട് പരിശോധിക്കുമല്ലോ, അപ്പോൾ നമുക്ക് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇനി എന്താണ്, ഇത്രയും പഠിച്ചങ്ങ് മതിയാക്കിയാൽ മതിയോ? 1949 നവംബർ മാസം 15-ാം തീയതിയാണ് നാഥുറാം വിനായക് ഗോഡ്സെയും അതുപോലെ തന്നെ നാരായണൻ ആപ്തെയും തൂക്കിക്കൊന്നത്. എല്ലാവർക്കും അറിയാം, സമാധാനത്തിൻ്റെ അപ്പോസ്തലൻ, ഇന്ത്യയുടെ വൺമാൻ പട്ടാളം, അതുപോലെ തന്നെ വിൻസ്റ്റൺ ചർച്ചിൽ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത്, വൈക്കോൽമാൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച മനുഷ്യൻ 1948 ജനുവരി മാസം 30-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 ഡൽഹിയിലുള്ള ബിർള ഹൗസിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു മതഭ്രാന്തൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ബാരിറ്റ എന്ന തോക്കുപയോഗിച്ച് 3 വെടിവെച്ച് അദ്ദേഹം ഹേ റാം എന്ന് പറഞ്ഞ് താഴെ വീണു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഹേ റാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആളുകൾക്ക് ദുഃഖമുണ്ടായൊരു സംഭവമാണ്. അപ്പോൾ 1949 നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണൻ ആപ്തെയും തൂക്കിക്കൊന്നത്. അതിലെ മറ്റു പ്രതികൾ നാഥുറാം വിനായക് ഗോഡ്സെ, നാരായണൻ ആപ്തെ, ദിഗംബർ ബാഡ്ജെ, ശങ്കർ ക്രിസ്തീയ, ദത്താത്രേയ പാച്ചുറ, പിന്നീട് ക്രിസ്തീയ, മദൻലാൽ പഹ്വ, ഈ ഗൂഢാലോചനക്കാരാണ്. ഇതിൽ 2 പേരെ തൂക്കി കൊന്നു, ബാക്കി എല്ലാവരും പുറത്തു വിട്ടു. തൂക്കി കൊന്നത് അംബാല ജയിലിൽ വെച്ചിട്ടാണ്. PSC പരീക്ഷയ്ക്ക് പോയി അംബാല ജയിൽ ഇവിടെയാണ്. അംബാല ജയിൽ ഹരിയാനയിലാണ്, പാനിപ്പട്ട് യുദ്ധം നടന്ന ഹരിയാനയിലാണ് അംബാല ജയിൽ. അംബാല ജയിലിൽ വെച്ച് ഇവരെ തൂക്കി കൊന്നു. അപ്പോൾ 3-ാമത്തെ കാര്യവും ഞാൻ പറഞ്ഞു. ഇനി അടുത്ത് 1949 മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു അന്തരിച്ചത് 1949. എല്ലാവരും ധാരാളം കേട്ടിട്ടുള്ള ഇന്ത്യയുടെ വാനമ്പാടി, നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ, ബ്രോക്കൺ വിങ്സ് എന്ന കവിതാസമാഹാരം പ്രസിദ്ധീകരിച്ചു. ഗോൾഡൻ ത്രഷോൾഡ് എന്നുള്ള പുസ്തകം അവരുടേതാണ്. ഈ സരോജിനി നായിഡു അന്തരിച്ചത് 1949. അപ്പോൾ സരോജിനി നായിഡുവിനെ കുറിച്ച് 1-2 പോയിന്റുകൾ അവിടെ നോക്കണം. ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് യുണൈറ്റഡ് പ്രോവിൻസ് എന്ന് പറയുന്ന പ്രവിശ്യ, ആകെ 11 പ്രവിശ്യകളുള്ളത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ യുണൈറ്റഡ് പ്രോവിൻസ് എന്ന് പറയുന്ന ഇന്നത്തെ ഉത്തർപ്രദേശിലെ ആദ്യത്തെ വനിതാ ഗവർണറായിരുന്നു സരോജിനി നായിഡു. PSCക്ക് 1 മാർക്ക് ചോദിക്കാം. അവിടുത്തെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് സുചേത കൃപലാനി. PSC പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1885 ഡിസംബർ മാസം 28 ഡിസംബർ 28 കോൺഗ്രസിൻ്റെ ജന്മദിനമാണ്. ബോംബെയിൽ വെച്ചാണ് അത് രൂപീകരിച്ചത്. 72 പ്രതിനിധികൾ പങ്കെടുത്തു. ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ആ മീറ്റിംഗ് നടന്നത്. എവോ ഹ്യൂമാണ് അതിൻ്റെ പിതാവ്, WC ബാനർജിയാണ് അതിൻ്റെ അധ്യക്ഷൻ. ആ രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലോർഡ് ഡഫറിൻ്റെ കാലത്താണ് അത് രൂപീകരിച്ചത്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരു കഥ പോലെ നിങ്ങൾക്ക് ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സരോജിനി നായിഡു ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യക്കാരിയായ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ കൈ കിട്ടി. സരോജിനി നായിഡു
പിന്നെ INC-യുടെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. 1900 വനിതാ പ്രസിഡന്റാണ്. 1917 ആനി ബെസന്റ്, അയർലൻഡുകാരിയാണ്. ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുത്തത്. ആനി ബെസന്റ് കോമൺ വീൽ എന്ന പത്രം പ്രസിദ്ധീകരിച്ചവരാണ്. ന്യൂ ഇന്ത്യ പത്രം, ഈ ന്യൂ ഇന്ത്യയും കോമൺ വീലും എന്നുള്ള പത്രം PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആനി ബെസന്റ് ആദ്യത്തെ INC-യുടെ വനിതാ പ്രസിഡന്റാണ്. ഇത് നടന്നത് പിന്നീട് കൊൽക്കത്ത കോൺഗ്രസിലാണ് അവരെ തെരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞാൽ 1925 INC-യുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് സരോജിനി നായിഡു. ഇത് ആനി ബെസന്റ്, ഇത് സരോജിനി നായിഡു. അത് കാൺപൂർ കോൺഗ്രസ് ആണ്. കാൺപൂർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. സരോജിനി നായിഡുവിനെ തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞാൽ വനിത വരുന്നത് 1933 നെല്ലിസൺ ഗുപ്ത വനിതാ പ്രസിഡന്റാണ്. നെല്ലിസൺ ഗുപ്ത 1933 തെരഞ്ഞെടുത്ത്. 1933 വേറൊരു പ്രത്യേകത PSC ഒരു മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായത് 1933 PSC ഒരു മാർക്ക്. അപ്പോൾ ഇവിടെ 1933 നെല്ലിസൺ ഗുപ്ത INC-യുടെ പ്രസിഡന്റായി. അത് കഴിഞ്ഞിട്ട് 1959 ഡൽഹി കോൺഗ്രസിൽ വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി INC-യുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ആദ്യമായിട്ട്. 1959 ഇന്ദിരാഗാന്ധി എല്ലാവർക്കും അറിയാം. ഇന്ദിരാഗാന്ധിയാണ് 20 പരിപാടി കൊണ്ടുവന്നത്. PSC ഒരു മാർക്ക്. ഇന്ദിരാഗാന്ധിയാണ് 1969 ബാങ്ക് നാഷണലൈസ് ചെയ്ത്. PSC ഒരു മാർക്ക്. ഇന്ദിരാഗാന്ധിയാണ് രാജാക്കന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. PSC ഒരു മാർക്ക്. ഇന്ദിരാഗാന്ധിയെ 1984 ഒക്ടോബർ 31 ഭീകരപ്രവർത്തകർ വെടിവെച്ചു കൊന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നറിയപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് അവരെ വധിച്ചത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ മരിച്ചത് ഫിന്ദ്രംബാല. PSC ഒരു മാർക്ക് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1959, അതായത് അപ്പോൾ വേറൊരു കാര്യം, കേരളത്തിലെ വിമോചന സമരം നടക്കുമ്പോൾ INC-യുടെ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി ആയിരുന്നു. അച്ഛൻ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റു 1952 മുതൽ 1946 ഇടക്കാല ഗവൺമെൻറ് മുതൽ തുടങ്ങിയതാണ്. 1964 മെയ് 27 വരെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. വിദേശകാര്യ വകുപ്പ് അദ്ദേഹം മാത്രമാണ് കൈകാര്യം ചെയ്ത്. PSC ഒരു മാർക്ക്. എന്നാൽ ഇന്ദിരാഗാന്ധി 1917 ജനിച്ചത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ കാലത്ത്, ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്ന കാലഘട്ടത്തിൽ 1984 ഒക്ടോബർ 31 അവരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രി ആയിരിക്കെ ആണ് വെടിവെച്ച് കൊന്നത്. പിന്നീട് INC-യുടെ പ്രസിഡന്റായ വനിത 1998 സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധി ഞാൻ പണ്ട് നെടുവങ്ങാട് പഠിപ്പിച്ചപ്പോഴത്തേക്ക് ഈ സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞു. സോണിയാഗാന്ധിയുടെ ഇറ്റലിയുടെ പേരാണ് അന്റോണിയോ മൈനോ. PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു അന്റോണിയോ മൈനോ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവാര് സോണിയാഗാന്ധി. 1998 മുതൽ സോണിയാഗാന്ധി INC-യുടെ പ്രസിഡന്റാണ്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു പിന്നീട് കാലം മാറിയെങ്കിലും ഇപ്പോഴും വീണ്ടും INC-യുടെ പ്രസിഡന്റ് അവരാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 1949 സരോജിനി നായിഡുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വനിതാ പ്രസിഡന്റുമാരെ കുറിച്ചുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കി. അവർ ഇന്ത്യയിൽ ആദ്യത്തെ ഇന്ത്യക്കാരിയായ INC-യുടെ വനിതാ പ്രസിഡന്റാണ്. സരോജിനി നായിഡു 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം പിന്നീട് ഇംഗ്ലണ്ടിൽ പോയ കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഗാന്ധിയുടെ ഉപദേശകനായിരുന്നു മദൻ മോഹൻ മാളവിയ. അതും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1930, 31, 32 വട്ടമേശ സമ്മേളനങ്ങൾ. ഇതും ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ 1949 എന്ന് പറഞ്ഞാൽ കളഞ്ഞേക്കരുത്. ആ 49 സവിസ്തരം നോക്കി തീർക്കണം. അതേപോലെ 1949 ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, PSCക്ക് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. 49 ഫ്രഞ്ച് എഴുത്തുകാരിയായ സിമോങ് ഡി ബുവ എൻ്റെ കയ്യക്ഷരമൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. അതിങ്ങനെയാണ് സിമോങ് ഡി ബുവ. ഇതൊരു എഴുത്തുകാരിയാണ്. ഈ സിമോങ് ഡി ബുവ എന്ന് പറയുന്ന എഴുത്തുകാരിയാണ്. ആ എഴുത്തുകാരി എന്ന് പറയുന്നത് ജാൻ പോൾ സാർത്ത്, ഫ്രഞ്ച് ചിന്തകനായ സാർത്തിൻ്റെ ഭാര്യയാണ്. ഔദ്യോഗിക ഭാര്യയെന്ന് എനിക്കറിയില്ല, അതൊരു ഭാര്യയാണ്. ഇവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേരാണ് ദ സെക്കൻഡ് സെക്സ്. ലോക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സംഭവമാണ്. SECOND സെക്കൻഡ് സെക്സ്. അപ്പോൾ സെക്കൻഡ് സെക്സ് എന്ന പുസ്തകം എഴുതിയത് സിമോങ് ഡി ബുവയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? എന്താണ് ഞാൻ ഇത് പറയാൻ പോയത്? 49 അത് പ്രസിദ്ധീകരിച്ചത്, 1949. ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ സ്ത്രീപക്ഷ എഴുത്താണ്. പുരുഷൻ്റെ അടിമയല്ല സ്ത്രീ.
ജനിച്ചിടം മുതൽ അടിമയായി തീരാൻ വിധിച്ച, അവകാശങ്ങളൊന്നുമില്ലാത്ത, മാർജിനലൈസ് ചെയ്ത ഒരു സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ പ്രചോദിപ്പിക്കാനായിട്ട് എഴുതിയ പുസ്തകമാണ് ദ സെക്കൻഡ് സെക്സ്. ആ സെക്കൻഡ് സെക്സ് എന്നുള്ള പുസ്തകത്തിൽ അവർ പറയുന്ന ഒരു വാക്യം PSC പരീക്ഷയ്ക്ക് ഇനി വരുന്നിടത്ത് ചോദിക്കാം. ആരും സ്ത്രീയായി ജനിക്കുന്നില്ല, ആയി തീരുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാൻ എഴുതിയെടുക്കാൻ. ആരും സ്ത്രീയായി ജനിക്കുന്നില്ല, ആയി തീരുകയാണ്. ആരും സ്ത്രീയായി ജനിക്കുന്നില്ല, ആയിത്തീരുകയാണെന്ന് പറഞ്ഞതാര്? സിമോങ് ഡി ബൂവ. സിമോങ് ഡി ബൂവ ആരാണ്? ഒരു ഫ്രഞ്ച് എഴുത്തുകാരിയാണ്. അവരുടെ പ്രശസ്തമായ പുസ്തകം ഏതാണ്? സെക്കൻഡ് സെക്സ്. ലോകത്തെ കിടില കൊള്ളിച്ചൊരു പുസ്തകമാണ്. PSC പരീക്ഷയ്ക്കൊക്കെ ഒരു നല്ല നിലവാരമുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതുപോലെ 1949 ഫാദേഴ്സ് സ്കൗട്ട് ആൻഡ് ഗൈഡ് ആരംഭിച്ചത്. ഈ യഥാർത്ഥത്തിൽ സ്കൗട്ട് ആരംഭിക്കുന്ന 1908 ഖുദ്റാം ബോസിനെ തൂക്കിക്കൊന്ന വർഷം. ഗൈഡ് ആരംഭിക്കുന്ന 1910 ഗൈഡ് പെൺകുട്ടികൾക്കുള്ളതാണ് ഗൈഡ്. അത് ലണ്ടനിലാണ് അത് കേന്ദ്രീകരിച്ചതും. ബേഡൻ പൗലാണ് സ്കൗട്ട് ആൻഡ് ഗൈഡിന് നേതൃത്വം കൊടുത്തത്. അത് ഇന്ത്യയിൽ തുടങ്ങിയത് 1949 PSC പരീക്ഷയ്ക്ക് ചോദിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ഡിഫൻസ് അക്കാഡമി. ഇന്ത്യൻ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആസ്ഥാനം, അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാവികസേനയുടെയും വ്യോമസേനയുടെയും കരസേനയുടെയും സംയുക്ത പരിശീലനം കൊടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലമാണ് ഈ ഖരക് വാസ്ല. കരക് വാസ്ല എന്നുള്ള സ്ഥലം, അത് മഹാരാഷ്ട്രയിലാണ്. കരക് വാസ്ല. ഈ കരക് വാസ്ലയിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആരംഭിച്ചത് 1949. 1949 മറ്റൊരു പ്രത്യേകത, നിങ്ങളിങ്ങനെ വിട്ട് പോകണം, ഒന്നി തുടങ്ങി ഇങ്ങനെ പോകണം. 1949 മറ്റൊരു പ്രത്യേകത, ഹിന്ദി ഔദ്യോഗിക ഭാഷയായത് 1949. ദേവനാഗരി ലിപിയിലുള്ളതാണ് ഹിന്ദി. 1. 2, PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര പേര് കേട്ട് കാണും? കേരളത്തിലെ ഔദ്യോഗിക ഭാഷ മലയാളമാണ്. ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷ ഹിന്ദി ആയിട്ടുള്ള എത്ര സ്റ്റേറ്റുകളുണ്ട്? PSC 1 മാർക്ക്. 10 സ്റ്റേറ്റ്. 10 സ്റ്റേറ്റിലാണ് ഹിന്ദി ഔദ്യോഗികമായി സംസാരിക്കുന്നത്. സ്റ്റേറ്റുകൾ 10. എന്നാൽ ഹിന്ദി രാഷ്ട്രഭാഷയായത് 1965. 2 ക്വസ്റ്റ്യൻ വന്നു. 1, ഹിന്ദി ഔദ്യോഗിക ഭാഷയായത് അംഗീകരിച്ചത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് അംഗീകരിച്ചത്. 1949 സെപ്റ്റംബർ 14. അതുകൊണ്ടാണ് സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. എന്നാൽ ഹിന്ദി ദേശീയ ഭാഷയായി മാറിയത് 1965. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇന്ത്യ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് അത് ഇംഗ്ലീഷിലാണെന്നുള്ളതും ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. 1949 CV കുഞ്ഞിരാമൻ അന്തരിച്ചത്. ആ CV കുഞ്ഞിരാമൻ്റെ അഭിപ്രായം ഇരുമ്പൊലക്കായല്ല എന്ന് പറഞ്ഞ ആളാണ്. CV കുഞ്ഞിരാമനാണ് കേരളമോദി പത്രം ആരംഭിച്ചത്. ഈ CV കുഞ്ഞിരാമൻ്റെ മകളെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ C കേശവൻ, തിരുക്കൊച്ചിയുടെ 2ാമത്തെ മുഖ്യമന്ത്രി, വിവാഹം കഴിച്ചത്. കേരളമോദി പത്രം 1911 ആരംഭിച്ചത് മയ്യനാടാണ്. മയ്യനാട് കൊല്ലത്താണ്. CV കുഞ്ഞിരാമൻ 1911 കേരളമോദി ആരംഭിച്ചു. ഞാൻ ഒന്നിനൊരു കൊച്ചു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ പത്രം ഏതാണ്? ദേശാഭിമാനി. നിങ്ങളുടെ വീട്ടിലെ പത്രം ഏതാണ്? മലയാള മനോരമ. നിങ്ങളുടെ വീട്ടിലെ പത്രം ഏതാണ്? മാതൃഭൂമി. നിങ്ങളുടെ വീട്ടിലെ പത്രം ഏതാണ്? ഇങ്ങനെ ചോദിച്ചാൽ പത്രങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ പത്രങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു കൊച്ചു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരള കൗമുദി പത്രത്തിൻ്റെ കാർട്ടൂൺ ചിത്രം ഏതാണ്? എത്രയോ ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും കേരളമോദി വരുത്തുന്നവർ കാണുമല്ലോ, തലവര. ദേശാഭിമാനി പത്രം വ്യാപകമായി ആളുകൾ വരുത്തുകയാണ്. ഒരുപക്ഷെ ചക്രപാണി സാറിൻ്റെ ഈ വിജ്ഞാനങ്ങൾക്ക് എന്നെ പ്രചോദിപ്പിച്ചത് ആ ദേശാഭിമാനി പത്രത്തിൻ്റെ നിരന്തരമായ വായനയാണ്. പറയാൻ ഒരു മടിയുമില്ല ചക്രപാണി സാർ. ഞാൻ എത്ര വർഷം കൊണ്ടതിൻ്റെ ഈ രാഷ്ട്രീയ കാര്യങ്ങളല്ല വായിക്കുന്നത്. ആളെ കൊന്നതോ അതൊന്നും ഞാൻ വായിക്കില്ല. പക്ഷെ അതിനകത്ത് ലേഖനങ്ങൾ വരും, നല്ല ഈടുറ്റ ലേഖനങ്ങൾ. ആ പത്രത്തിൽ കൂടിയാണ് ഞാൻ ബറുണ്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ ഞാൻ അറിയാത്ത രാജ്യങ്ങളെക്കുറിച്ചും, കംബോഡിയ, കംബൂഷ്യ, ഈ രാജ്യങ്ങളെക്കുറിച്ചെല്ലാം അതിൻ്റെ സവിസ്തരമായ കാര്യങ്ങൾ അറിയുന്നത്. ലോകത്ത് നടക്കുന്ന ചലനങ്ങളെ ഒപ്പിയെടുത്ത് തരുന്ന ദേശാഭിമാനി പത്രമാണ്. ആ പത്രത്തിൻ്റെ കാർട്ടൂൺ ചിത്രമാണ് ഹഡ്മാഷ്. നിങ്ങൾ മാതൃഭൂമി പത്രം വരുത്തുന്നവരുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നവർ. മാതൃഭൂമി പത്രത്തിൻ്റെ കാർട്ടൂൺ ചിത്രം ഏതാ? വാർത്ത നിങ്ങൾ ഡെയിലി വായിക്കുള്ളൂ. ഇപ്പോഴും പത്രം നിങ്ങൾ കൈ കാണുമല്ലോ. കാകദൃഷ്ടി. PSC പരീക്ഷയ്ക്ക് ചോദിക്കാം. മലയാള മനോരമയുടെ കാർട്ടൂൺ ചിത്രം ഏതാണ്? കുഞ്ചുകുറുപ്പ്. മലയാള മനോരമ ആരംഭിച്ചത് 1888 കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മാതൃഭൂമി ആരംഭിച്ച 1923 KP കേശവമേനോൻ കോഴിക്കോട്ട് നിന്നാണ് ആരംഭിച്ചത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, CV കുഞ്ഞിരാമൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ. കേരള ചരിത്രത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വ്യക്തിയാണ് CV കുഞ്ഞിരാമൻ. അദ്ദേഹം 1949 അന്തരിച്ചത്.
സി വി കുഞ്ഞിരാമനെ കുറിച്ച് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സി വി കുഞ്ഞിരാമൻ പറഞ്ഞൊരു വാക്യമുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ആരോ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഡിയർ, നമുക്ക് ജോലി വേണം, പഠിച്ചാലേ ജോലി കിട്ടൂ, ഉറങ്ങിയാൽ ജോലി കിട്ടില്ല, ത്രില്ലായി നിൽക്കുക. സി വി കുഞ്ഞിരാമൻ പറഞ്ഞൊരു വാക്യം എന്താണെന്ന് അറിയാമോ? ഈ പുസ്തകം ഒരു 4 വർഷത്തിന് മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പൊളിച്ചെഴുതുമായിരുന്നു. ഏത് പുസ്തകം? ബൈബിൾ, രാമായണം, മഹാഭാരതം, ഏത് പുസ്തകം? ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ, സി വി കുഞ്ഞിരാമൻ നല്ല വായിക്കുന്ന ആളാണ്, ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ, 4 വർഷത്തിന് മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പൊളിച്ചെഴുതുമായിരുന്നു. ആ പുസ്തകം വേറൊന്നുമല്ല, കാറൽ മാർക്സിൻ്റെ പുസ്തകങ്ങളാണ്. കാറൽ മാർക്സിനെ കുറിച്ച് പി എസ് സിക്ക് ചോദിച്ച 4 ക്വസ്റ്റ്യൻ ഇപ്പോൾ പറഞ്ഞുതരാം. 1, കാറൽ മാർക്സ് ജനിച്ചത് ജർമ്മനി, PSC 1 മാർക്ക്. 2, കാറൽ മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാറൽ മാർക്സ് ഇംഗൽസും കൂടി പ്രസിദ്ധീകരിച്ചത് 1848, PSC 1 മാർക്ക്. 2 മാർക്കായേ. ചക്രവാണി സാർ കള്ളം പറഞ്ഞിട്ട് പോയല്ല. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന മുദ്രാവാക്യം എവിടെ നിന്നെടുത്തതാണ്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പുറം ചട്ടയിൽ നിന്ന്. PSC 1 മാർക്ക്. മൂലധനം പ്രസിദ്ധീകരിച്ചതെന്ന് 1867, PSC 1 മാർക്ക്. ഇന്ത്യയിലെ ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവാര് കാറൽ മാർക്സ്. എത്ര ക്വസ്റ്റ്യനാണ് കിട്ടിയത്? കാറൽ മാർക്സ് 1818 ജനിച്ചത്. 1883 കാറൽ മാർക്സ് അന്തരിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകൻ, എക്കാലവും തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം തൻ്റെ രചന നടത്തിയ ലോകപ്രശസ്തനായ കാറൽ മാർക്സ് മരിച്ചത് 1883. അദ്ദേഹത്തെ സംസ്കരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ് അദ്ദേഹത്തെ ശവസംസ്കാരം നടത്തിയത്. ആ ശവസംസ്കാരം നടത്തിയ സ്ഥലത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഹൈഗേറ്റ് സെമിത്തേരി. ഹൈഗേറ്റ് സെമിത്തേരിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നത്. ആ ശവകുടീരം, കാറൽ മാർക്സിൻ്റെ ശവകുടീരം കാണാനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളാണ് സി വി കുഞ്ഞിരാമനെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. 1949 മറ്റൊരു പ്രത്യേകതയാണ് ചൈന ജനകീയ റിപ്പബ്ലിക്കായത് 1949. നമ്മുടെ അടുത്തുള്ള അയൽരാജ്യമാണ് ചൈന. ഇന്ത്യയുടെ അടുത്തുള്ള ഏറ്റവും വലിയ അയൽരാജ്യം എന്ന് പറയുന്ന ചൈനയാണ്. വിസ്തൃതിയിൽ, ജനസംഖ്യയിൽ 1ാം സ്ഥാനവും നിൽക്കുന്ന രാജ്യമാണ് ചൈന. ഈ ചൈന ജനകീയ റിപ്പബ്ലിക്കായത് 1949 മാവോ സേതൂങ്ങിൻ്റെ നേതൃത്വത്തിലാണ്. ആ ചൈന ജനകീയ റിപ്പബ്ലിക്കായപ്പോൾ അവിടെ പ്രധാനമന്ത്രിയായത് ചൗ എൻലായിയാണ്, ആദ്യത്തെ പ്രധാനമന്ത്രി. അപ്പോൾ മാവോ സേതൂങ് ചിയാങ് കൈഷക്കിൽ നിന്ന് ചൈന പിടിച്ചെടുക്കുകയാണ്. അവിടെ ഏറ്റവും വലിയ രസം, ചിയാങ് കൈഷക്ക് അവിടെ വളരെ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. മാവോ സേതൂങ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തെക്കൻ ചൈനയിൽ നിന്ന് 80,000 ആളുകളാണ്, 6,000 മൈലാണ് കാൽനടയായിപ്പോയത്. 1 വർഷം കാൽനടയായിപ്പോയതോ അധികാരം പിടിച്ചെടുക്കാൻ. തൊഴിലാളികളെയും കർഷകരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ ഏകദേശം 25 നദികൾ കടന്നു, 18ഓളം പർവ്വതങ്ങൾ കടന്നു. അവസാനം ചൈനയുടെ തലസ്ഥാനമായ പീക്കിങ്ങിലെത്തിയപ്പോൾ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും മരിച്ചു കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് ചിയാങ് കൈഷക്ക് വടക്കേ ചൈനയിൽ നിന്ന് നേരെ തെക്കേ ചൈനയിൽ പോയി മാവോ സേതൂങ്ങിനെ നശിപ്പിക്കാൻ നോക്കി. പക്ഷേ ചരിത്രപ്രസിദ്ധമായി പടനീക്കത്തെയാണ് മഹത്തായ പടനീക്കമെന്ന്, ദ ലോങ് മാർച്ച് എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. കാരണം ഈ മാവോ സേതൂങ് മരിച്ചത് PSC ചോദിച്ചിട്ടുണ്ട് 1976. 1976 PSC 1 മാർക്ക്. 1949 ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്ന വലിയ സാഹിത്യകാരനും വാഗ്മിയും ഗ്രന്ഥകർത്താവും ഭരണകർത്താവും ഭരണരംഗത്തെ വളരെ നിപുണനുമായിട്ടുള്ള അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രതിമ നമ്മുടെ പബ്ലിക് ലൈബ്രറിയുടെ നടയിലുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1949 മരിച്ചതെന്ന്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഉള്ളൂർ ജനിച്ചത് ചങ്ങനാശ്ശേരിയിലാണ്, കോട്ടയം ജില്ലയിലാണ്. ഒരു പുതിയ നോളജായി കൂട്ടണം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് കേരള സാഹിത്യ ചരിത്രം. ഉമാകേരളം, കർണഭൂഷണം, പിങ്കള, ഭക്തിദീപിക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. അദ്ദേഹത്തെക്കുറിച്ച് അവസാനം PSC പരീക്ഷയ്ക്ക് വെച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. കുറച്ച് സ്പീഡ് കൂടിപ്പോകണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് കാലക്രമത്തിൽ മാറും. സാധാരണഗതിയിൽ എൻ്റെ ഒരു ക്ലാസ്സുകളിൽ, അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ 1000-1200 പേരാണ് ഇരിക്കുന്നത്. ഒരു മൈക്കുമായി 5 മണിക്കൂറാണ് ഞാൻ അവരുടെ ഇടയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പലതും ചെറുതുമായ വീടുകളിൽ, സൗകര്യമുള്ളവരും ഇല്ലാത്തവരും
ആളുകൾ എൻ്റെ ഈ സംസാരം ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകും. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കുറിച്ച് അവസാനം ചോദിച്ച ക്വസ്റ്റ്യൻ, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാര്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. PSC 1 മാർക്ക്. പിന്നൊന്ന് മനസ്സിലാക്കാനുള്ള, DMK രൂപീകരിച്ചത് 1949 ദ്രാവിഡ മുന്നേറ്റ കഴകം. അതിന് നേതൃത്വം കൊടുത്തത് CN അണ്ണാദുരൈ. PSC 1 മാർക്ക്. DMK. ആ DMKയുടെ പിന്നീട് വന്നതാണ് നമ്മുടെ കരുണാനിധിയുടെ മകൾ കനിമൊഴി. PSCക്ക് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എഴുത്തുകാരിയാണ് കനിമൊഴി. പാർലമെൻറ്റ് മെമ്പർ കനിമൊഴി. അതേപോലെ അത് ചോദിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോഴേ പറയാം. കൊറോണ വൈറസ് വന്ന് മരിച്ച ഇന്ത്യയിലെ ഒരു MLA ആണ് അൻപഴകൻ. കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് അമ്പഴകൻ. കൊറോണ വൈറസ് വന്ന് ചൈനയിലെ വുഹാനിലാണ്. കേരളത്തിൽ വന്നത്, ഇന്ത്യയിൽ വന്നത് നമ്മളെ തൃശ്ശൂരാണ്. ആദ്യത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വരുന്നത് 2020 മാർച്ച് 22-ാം തീയതിയാണ്. ആ മാർച്ച് 22-ാം തീയതി PSC പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവിടെ ഈ ദ്രാവിഡ കഴകം എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഈ ദ്രാവിഡ കഴകത്തിൽ നിന്ന് മാറിയാണ് DMK ഉണ്ടായത്, CN അണ്ണാദുരൈ. ഈ ദ്രാവിഡ കഴകത്തിന് നേതൃത്വം കൊടുത്തത് EV രാമസ്വാമി നായിക്കറാണ്. EV രാമസ്വാമി നായിക്കർ മലയാളിക്ക് നന്നായിട്ട് അറിയാം. എന്താണെന്നറിയാമോ? വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് നടക്കുമ്പോഴത്തേക്ക് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വന്ന വ്യക്തിയാണ് EV രാമസ്വാമി നായിക്കർ. അദ്ദേഹത്തെയാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത്. PSC 1 മാർക്ക്. വക്കം തിരുവനന്തപുരത്താണ്, ഇത് വൈക്കം കോട്ടയത്താണ്. ഈ വൈക്കം ക്ഷേത്രത്തിൽ TK മാധവനാണ് നേതൃത്വം കൊടുത്തത് സമരത്തിന്. 1924-25 സമരം നടന്നത്. വഴി നടക്കാൻ വേണ്ടിയുള്ള സമരമാണ്. 603 ദിവസമാണ് ആ സമരം നീണ്ടു നിന്നത്. അത് നമ്മുടെ ആ ഭാഗങ്ങൾ പറയുമ്പോഴത്തേക്ക് സവിസ്തരമായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ട്. പക്ഷേ എന്നിരുന്നാലും EV രാമസ്വാമി നായിക്കറെ കുറിച്ച് PSCക്ക് ചോദിച്ച വേറൊരു ചോദ്യമാണ്, സ്വാഭിമാന പ്രസ്ഥാനം സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് ആരംഭിച്ചതാര്? EV രാമസ്വാമി നായിക്കറാണ്. അത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വയ്ക്കണം. DMKയുടെ അടയാളം ഉദയസൂര്യനാണ്. ഇപ്പോഴത്തെ MK സ്റ്റാലിൻ, കരുണാനിധിയുടെ മകനാണ് അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന വ്യക്തി. മറ്റൊന്ന്, 1949 ജോർജ് ഓർവെൽ എന്ന ഒരു ബ്രിട്ടീഷുകാരൻ ഒരു നോവൽ എഴുതി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എറിക് ആർതർ ബ്ലെയർ എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. ജോർജ് ഓർവെലിൻ്റെ യഥാർത്ഥ പേരാണ് എറിക് ആർതർ ബ്ലെയർ. അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് 1984, 1984, 49 എഴുതിയത്. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് അനിമൽ ഫാം. ആ അനിമൽ ഫാമിലാണ് അദ്ദേഹം എഴുതിയത്, എല്ലാ മൃഗങ്ങളും തുല്യരാണ്, ചില മൃഗങ്ങൾ മറ്റ് മൃഗങ്ങളെക്കാൾ കൂടുതൽ തുല്യരാണ്, എല്ലാ മൃഗങ്ങളും തുല്യരാണ്. അദ്ദേഹം ഈ ജോർജ് ഓർവെൽ എന്ന് പറയുന്ന എറിക് ആർതർ ബ്ലെയർ ജനിച്ചത് ഇന്ത്യയിലാണ്, ബ്രിട്ടീഷുകാരനാണ്. അതുകൊണ്ട് 1949 ജോർജ് ഓർവെലിൻ്റെ 1984 എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്നുള്ളത് എല്ലാവരും ഓർമ്മിച്ച് വയ്ക്കേണ്ടതാണ്. അതേപോലെ 1949 റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്തത്. 1949 ജനുവരി 1-ാം തീയതി. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. അപ്പം അതിൻ്റെ ഗവർണർ ശക്തികാന്ത് ദാസാണ്. റിസർവ് ബാങ്ക് ആരംഭിച്ചത് 1935 35 ഏപ്രിൽ 1-ാം തീയതിയാണ് ആരംഭിച്ചത്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം ഞാൻ മുംബൈ ആണെന്ന് പറഞ്ഞു. അതേപോലെ അത് ആരംഭിച്ചത് 1935 പറഞ്ഞു. അതിനെ സഹായിച്ചത് 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ആരംഭിച്ചത്. നോട്ടടിക്കാനുള്ള അവകാശം, ഈ സബ്സിഡിയറി മണി കോയിൻസും മറ്റുമൊക്കെ ഉള്ളത് ഒഴിച്ചടിക്കാനുള്ള അവകാശം റിസർവ് ബാങ്കിനാണ്. റിസർവ് ബാങ്കാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത്, ബാങ്കർ ടു ദ ഗവൺമെൻറ് എന്നറിയപ്പെടുന്നത്. റിസർവ് ബാങ്ക് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് നാഷണൽ റിസർവ്. ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്കാണ്. ഈ റിസർവ് ബാങ്കാണ് IBRD ആയിട്ട് ബന്ധമുള്ളത്. വേൾഡ് ബാങ്കിൻ്റെ പേരാണ് IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിലേക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് റിസർവ് ബാങ്കാണ്. അപ്പോൾ ഇന്ത്യയിലെ ബാങ്കുകളുടെ അപ്പെക്സ് ബാങ്കാണ് റിസർവ് ബാങ്ക് എന്നുള്ളതും, റിസർവ് ബാങ്ക് വായ്പ കൊടുക്കുന്നത് മറ്റ് ബാങ്കുകൾക്ക് താഴോട്ട് കൊടുക്കുമെന്നും ബാങ്ക് നിരക്ക് നിശ്ചയിക്കുന്ന റിസർവ് ബാങ്ക് ആണെന്നും പണപ്പെരുപ്പവും പണച്ചുരുക്കവും എല്ലാം നിയന്ത്രിക്കാനുള്ള മാസ്മര ശക്തി റിസർവ് ബാങ്കിൻ്റെ പ്രത്യേക ടൂൾസ് ഉപയോഗിച്ച് നിയന്ത്രിക്കുമെന്നും ഒക്കെ
നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ മറ്റ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന് ജർമ്മനി. യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ജർമ്മനി. 1ഉം 2ഉം ലോകമഹായുദ്ധത്തിന് കാരണമായ ജർമ്മനിയാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികൾ, റോം, ബെർലിൻ, ടോക്കിയോ അച്ചുതണ്ട് ശക്തികൾ പരാജയപ്പെട്ടു. അപ്പോൾ ജർമ്മനിയെ ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ല. ജർമ്മനിയെ രണ്ടാക്കി ഭാഗിച്ചു. 1949 ജർമ്മനിയെ രണ്ടായി ഭാഗിച്ചത്. അതിൽ പശ്ചിമ ജർമ്മനി നാറ്റോ സഖ്യത്തിൻ്റെ അമേരിക്കൻ ഭാഗത്തേക്ക്, പൂർവ്വ ജർമ്മനി USSRൻ്റെ ഭാഗത്തേക്ക് മാറി. 2 രാജ്യങ്ങളായി മാറി. ഇടയ്ക്കൊരു മതിൽ കെട്ടി. ആ മതിലാണ് ബെർലിൻ മതിൽ. ഒരു രാജ്യത്തെ രണ്ടാക്കുകയാണ്. രാജ്യത്തെ രാഷ്ട്രീയ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ജർമ്മനി ഏത് ഭാഗത്തു നിന്ന് ആ ഭാഗത്തായിരിക്കും ശക്തി കൂടുതലുള്ളത്. ഈ ജർമ്മനിയിലാണ് ഭരണാധികാരി വന്ന അഡോൾഫ് ഹിറ്റ്ലർ. അത് നമുക്ക് വേറെ ചാപ്റ്ററിൽ ലോകമഹായുദ്ധങ്ങൾ പഠിക്കണമല്ലോ, അപ്പോൾ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഈ പശ്ചിമ ജർമ്മനിയും പൂർവ്വ ജർമ്മനിയും ബെർലിൻ മതിൽ പൊളിച്ചു കളഞ്ഞത് 1989. ജർമ്മനിയുടെ ഏകീകരണം പൂർത്തിയായത് 1990. ജർമ്മനി ഏകീകരിച്ചത്. എന്നാൽ ജർമ്മനിയുടെ ആദ്യത്തെ ഏകീകരണം നടത്തിയത്, പല പ്രവിശ്യകളായിട്ട് കിടന്ന ജർമ്മനിയെ ഏകീകരിച്ച ബിസ്മാർക്കാണ് ജർമ്മനി ഏകീകരിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ വിളിക്കുന്നത്. ഇതും കുട്ടികൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഞാൻ 1949 പറഞ്ഞു തുടങ്ങിയത്. 1950 ജനുവരി 26 റിപ്പബ്ലിക്കായത്. 1950 ജനുവരി 24 ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത്. 1950 ജനുവരി 25 പിന്നെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. അതുകൊണ്ടാണ് ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1953 UGC വന്നത്. 1953 വിൻസ്റ്റൺ ചർച്ചിലിന് സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. എവറസ്റ്റ് കിടക്കിയ 53 1954 പിന്നീട് പഞ്ചശീല തത്വങ്ങൾ. 1955 ബംഗ്തൂങ് സമ്മേളനം. 1956 നവംബർ 1 കേരള സംസ്ഥാന ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് വളരെ സ്പീഡ് കൂടുതലാണെന്നുള്ളത് 100% എനിക്കറിയാം. പക്ഷേ ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിലെല്ലാം ഞാനിത് വീണ്ടും ആവർത്തിക്കുമെന്നുള്ളത് കൊണ്ടും, ആവർത്തനമെന്ന് പറയുന്നത് പഠനത്തിൻ്റെ മാതാവാണ്. റിപ്പറ്റീഷൻ ഈസ് ദി മദർ ഓഫ് ടീച്ചിങ്. ആ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള അടിസ്ഥാനത്തിലും ഈ വക കാര്യങ്ങൾ അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് പറയും. 2000 ഈ ക്ലാസ് തുടങ്ങുന്നത് നെടുമങ്ങാടാണെന്ന് പറഞ്ഞു, ഫ്രണ്ട് സ്റ്റഡി സെൻറ്റർ. ഇപ്പോൾ ഈ ക്ലാസ് അറിയപ്പെടുന്നത് ചക്രവാണി ക്ലാസ്സസ് എന്നാണ്. നിങ്ങൾക്ക് തരാൻ പോകുന്ന ക്ലാസ്സുകൾ ചക്രവാണി ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു സൈറ്റിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത ക്ലാസ് എൻ്റെ ക്ലാസ്, ആദ്യത്തെ ഒരു 10-25 മണിക്കൂർ എൻ്റെ ക്ലാസ് തന്നെയായിരിക്കും തീർച്ചയായും. എന്നാലും നമുക്കൊരു ബേസ് ഉണ്ട്. ആ ബേസ് കഴിഞ്ഞാൽ അവിടെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. 2000 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകും. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ തരും. ആ 2 ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ട് വരണം. അതിൽ ഒരു ചോദ്യം, ഏഷ്യയിലെ ഇറ്റലി എന്നറിയപ്പെടുന്ന രാജ്യമേത്? ആദ്യമൊക്കെ കേൾക്കുകയായിരിക്കും. ഏഷ്യയിലെ ഇറ്റലി എന്നറിയപ്പെടുന്ന രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ഞാൻ ഉത്തരവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏഷ്യയിലെ ഇറ്റലി എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏതെല്ലാം പ്രദേശങ്ങൾ ചേർന്നതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏതെല്ലാം പ്രദേശങ്ങൾ ചേർന്നതാണ്? 2 ക്വസ്റ്റ്യനാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ തന്നിട്ടുള്ളത്. അതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽപ്പെടുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ഇന്ത്യ ഏഷ്യാ ഭൂഖണ്ഡത്തിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കിടക്കുന്നത്, ഉത്തരാർദ്ധഗോളത്തിലാണ്. ഇന്ത്യയെ അതിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നു. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, അതിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അത് ഒരു കണ്ണിങ് ക്വസ്റ്റ്യനാണ്. ഈ 2 ചോദ്യങ്ങളും നിങ്ങൾ ഒരു ശ്രമം നടത്തണം. ഇന്ന് മുതൽ പേപ്പർ വായിച്ച് സ്വന്തമായി എഴുതിയെടുക്കണം. നല്ലൊരു മലയാള പത്രം, ഇംഗ്ലീഷ് പത്രം, ഹിന്ദു തന്നെ വായിക്കുക. അങ്ങനെ വായിച്ച് നിങ്ങളെ അടുത്ത ഈ സമയത്തിന് നിങ്ങൾ ആദ്യം എഴുതുന്ന ടെസ്റ്റ് ചക്രവാണി സാർ നിങ്ങൾക്ക് വാങ്ങിത്തരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. ഞാനിത് പറഞ്ഞിട്ട് ഓടില്ല. നിങ്ങൾ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന എന്നെ ശ്രദ്ധിക്കുന്ന ഉദ്യോഗാർത്ഥികളായ എൻ്റെ കൂട്ടുകാർ, നിങ്ങൾ ഉദ്യോഗം വാങ്ങി ആ കവറുമായിട്ട് നെടുമങ്ങാട്ടേക്ക് വരണം. വന്നിട്ട് നിങ്ങൾ പറയണം, ചക്രവാണി സാർ,
ഞങ്ങൾ സാറ് പറഞ്ഞതുപോലെ അനുസരിച്ച്, സാറ് പറഞ്ഞ പോലെ മാത്സ് പഠിച്ചു, പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, അതുപോലെ തന്നെ GK പഠിച്ചു, മലയാളം പഠിച്ചു. മലയാളത്തിലൊക്കെ വരുന്ന ബെസ്റ്റ് അധ്യാപകരാണ്. സയൻസിന് വരുന്ന 2 അധ്യാപകർ വരുന്നുണ്ട്, മാത്സിന് അധ്യാപകർ വരുന്നുണ്ട്. ചക്രപാണി സാർ ഇത് ഉപേക്ഷിച്ചിട്ട് പോവില്ല. ഈ കൊറോണ കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഒരു ഫീസിൽ ഈ വിദ്യാഭ്യാസം തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ നിറവേറ്റും. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമ്മയെ ബഹുമാനിക്കുകയും മുതിർന്ന ആളുകളെ ബഹുമാനിക്കുകയും ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മനുഷ്യൻ്റെ എല്ലാ മോഹങ്ങൾക്കും ഒരു ചെറിയ ചിറക് വയ്ക്കാൻ എനിക്ക് ഉത്തേജനം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും മഹത്തായ കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ക്ലാസ് സ്പീഡ് കൂടിപ്പോയി എന്നുള്ളത് നിങ്ങൾ പറയുമെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ആദ്യത്തെ ക്ലാസ്സാണ്, നിങ്ങൾ പല പ്രാവശ്യം ഇത് കേൾക്കണം. ഈ ക്ലാസ് കേട്ട് തീർന്നതിന് ശേഷം നിങ്ങൾ നോട്ട് എഴുതണം. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളെ വീണ്ടും വീണ്ടും നിങ്ങളിതിനെ എൻലാർജ് ചെയ്യണം. എനിക്കുണ്ടല്ലോ, എനിക്ക് ഒരു വലിയ ബുക്ക് തച്ചു വെച്ചിരിക്കുകയാണ്. 1901 സംഭവം എഴുതാൻ, 2, 3 അങ്ങനെ 100 വർഷത്തെ ചരിത്രം ഓരോന്നും ഞാൻ പേജിൽ എഴുതി പോവുകയാണ്. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെല്ലാം ഒരു ബുക്കിൽ എഴുതുകയാണ്. എന്നിട്ട് കുറേ കാലം അത് നിറയുമ്പോഴത്തേക്ക് അത് വായിച്ചു നോക്കി അറിയാവുന്നുള്ളതിനെ മാറ്റിയിട്ട് വീണ്ടും അടുത്ത ബുക്കിലേക്ക് അതിനെ മാറ്റുകയാണ്. പഠനം ഒരു നിരന്തര പ്രക്രിയയാണ്. വളരെ എളുപ്പമാണ് ജോലി കിട്ടാൻ. അതുകൊണ്ട് എല്ലാവർക്കും ജോലി കിട്ടും. സംസ്ഥാന ഗവൺമെൻറ് നിങ്ങളോടൊപ്പമുണ്ട്, ചക്രപാണി സാറും നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ ചക്രപാണി മാഷ്. നന്ദി, നമസ്കാരം.